السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒറ്റ മിനിറ്റ്, ഫോൺ അത്യാവശ്യമുണ്ട്. ഹലോ, വാട്സപ്പിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. വാട്സപ്പ് കിട്ടിയില്ല. ഞാൻ രാത്രി പുറപ്പെടും. ഒരു 9 മണിക്ക് പുറപ്പെടും. ഞങ്ങൾ മലപ്പുറം ക്ലാസ് കഴിഞ്ഞിട്ട് പുറപ്പെടും. നൈറ്റ് എടുത്ത് ممكن ساعة ثالثة أو حوالي ساعة ثالثة 3 മണി ഏകദേശം ആയിരിക്കും. ചെറിയ യാത്രയുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നതിലേക്ക് തമിഴ്നാട് സേലം അവിടെ നമ്മുടെ ജാമ്യൻ്റെ ബ്രാഞ്ച് ഉണ്ട്. അവിടെ ഇപ്പോൾ അവിടെ വിസിറ്റിന് വേണ്ടി ഈ ക്ലാസ് 2 ആഴ്ച മുടങ്ങിയതുകൊണ്ട് പിന്നെ എന്ത് മുടക്കണം എന്നുള്ളതൊക്കെ എന്താണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലയുടെ അൽ ഇർഷാദ് ഇലാ സ്വഹീഹുൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ് നടത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ഭാഗം ഷിർക്കിന് പറയുന്ന ന്യായങ്ങളും ആ ന്യായങ്ങൾക്കുള്ള മറുപടിയുമാണ്. ഒന്നാമത്തെ ന്യായം അവർ പറഞ്ഞത് പഴയകാലം മുതൽ പറഞ്ഞു വന്നതും ഇപ്പോഴും പറയുന്നതുമായ ന്യായമാണ്. പൂർവികന്മാരൊക്കെ ഈ വഴിയിലായിരുന്നു, ആ വഴിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന ന്യായമാണ് ഏത് കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ളത് എന്നും അതിൻ്റെ മറുപടികളും നമ്മൾ പറഞ്ഞു. അതിലെ പറഞ്ഞുള്ളൂ, ഒന്നിലെ പറഞ്ഞുള്ളൂ ഉശുബഹത്ത്. ഇനി രണ്ടാമത് സാനിയൻ, പേജ് 63 കിതാബിൽ. നിങ്ങൾ PDF എത്ര? 50. സാനിയൻ രണ്ടാമത്തെ ന്യായമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ومن الشبه التي يدري بها عباد القبور اليوم ظنهم أن مجرد النطق بلا إله إلا الله يكفي لدخول الجنة. ഖബർ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ശുബഹത്ത്, അവരുടെ ചില തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പങ്ങൾ, അതിൽപ്പെട്ടതാണ് ലൊന്നുഹും, അവർ വിചാരിക്കുന്നു, അന്ന മുജറദൻ നുത്ഖി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചാൽ തന്നെ യക്ഫി ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അത് മതിയാകും. വലൗ ഫഅലൽ ഇൻസാനു മാ ഫഅല, പിന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും ശരി അതൊന്നും ഇതിനെ ബാധിക്കുന്നതല്ല. ഫഇനഹു ലാ യക്ഫുർ വഹുവ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന കാലത്തോളം പിന്നെ അവന് കുഫ്റാകുന്ന കാഫിറാകുന്ന പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. അതെ, മുതമസ്സികിന ബിളവാഹിരിൽ അഹാദീസ് അല്ലതി വറദ ഫീഹാ അന്ന മൻ നതഖ ബിശ്ശഹാദതൈനി ഹറമ അലന്നാർ ഔ ഹുരിമ അലന്നാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചവന് നരകം ഹറാമാണ് എന്ന് പറയുന്ന കുറേ ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ പ്രത്യക്ഷാർത്ഥത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരത് പറയുന്നത്. അയാൾ ഉച്ചരിച്ചാൽ സ്വർഗത്ത് കടക്കും, അവസാന വാക്കിൽ അയാൾ സ്വർഗത്ത് പോകും, നരകത്ത് സ്പർശിക്കുകയില്ല തുടങ്ങിയ കുറേ ഹദീസുകളുണ്ട്. ഈ ഹദീസുകളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് അവർ പറയുന്നു, ഇത്
പ്രകാരം ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയുന്നവരാണ്, ജീവിതത്തിൽ പല പ്രാവശ്യം അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിരിക്കെ ഇനി ഖബറിനെ പോയി കാട്ടിയാലും എവിടെ പോയി ചെയ്താലും അതൊന്നും ശിർക്കാകുന്ന പ്രശ്നമില്ല, കുഫറാകുന്ന പ്രശ്നമില്ല, അതൊന്നും നമ്മുടെ അഖീദയെ ബാധിക്കുകയില്ല എന്നവർ വാദിക്കാറുണ്ട്. ലോകമൊത്തമാണ്, ലോകമൊത്തം സൂഫികൾ പറയുന്ന ന്യായമാണ്. ഇത് ഷിയാക്കൾ പറഞ്ഞ ന്യായമാണ്. അത് തന്നെ സൂഫികളും പറഞ്ഞിട്ട് ലോകം മുഴുവനും ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാക്കിയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പുതിയ ന്യായം ഉണ്ടാക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും പെടില്ല. ഇത് ഷിയാക്കൾ പണ്ട് പറഞ്ഞാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല. പിന്നെ അവൻ ശിർക്കിലേക്ക് പോകണമെങ്കിൽ അല്ലാഹു അല്ലാതെ ഇലാഹുണ്ട് വിശ്വസിക്കണം. ലാ ഇലാഹു ഇലാഹില്ല എന്നാണല്ലോ. ഇലാഹില്ല പ്രഖ്യാപിക്കുന്നു. ഇലാഹുണ്ട് എപ്പോൾ പ്രഖ്യാപിച്ചോ അപ്പം അതിനെതിരായി. അല്ലാത്ത കാലത്തോളം അതിന് പ്രശ്നമില്ല. ഇനി ഖുമൈനിയൊക്കെ പറഞ്ഞു, അവന് കല്ലിനെയോ മരത്തിനെയോ ഖബറിനെയോ ഏതിനെ പോയി ആരാധിച്ചാലും അതെല്ലാം ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യുന്നു വിശ്വസിച്ചാലും അതൊന്നും അവൻ്റെ വിശ്വാസത്തെ ബാധിക്കുകയില്ല. മാലം യഅ്തഖിദ് അന്നഹു ഖാലിഖുൽ ആലം, അവയൊക്കെ ലോകത്തിൻ്റെ സട്ടാവാണ് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം അവൻ്റെ അഖീദക്ക് പ്രശ്നമില്ല എന്നാണ്. ആ കല്ലാണ് ഖാലിഖ്, അതാണ് സട്ടാവ് എന്ന വിശ്വാസം ഉണ്ടോ എങ്കിൽ അത് ഇബാദത്തായി. ആ വിശ്വാസമില്ലേ ഇത് ഇബാദത്തല്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യം ശിർക്കുമല്ല. അങ്ങനെ ശിർക്കും കുഫറും പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യവുമില്ല. ഇത് ഷിയാക്കൾ നേതാവ് ഖുമൈനി പിന്നെ നേക്കുന്നതിനെ എഴുതി പ്രചരിപ്പിച്ച വിഷയമാണ്. ഇല്ലല്ല അല്ല, ഇപ്പോൾ ഖംനഈ മറ്റേ ഖുമൈനി പഴയ പോലെ മുമ്പത്തെ ആത്മീയ നേതാവ് എന്ന് അവർ പറയുന്ന ആയത്തുള്ള റൂഹുള്ള എന്നൊക്കെ അവർ വിളിക്കുന്ന ഖുമൈനി, അത് തന്നെയാണ് സൂഫികളും പറഞ്ഞത്. ഇതേ വിഷയമാണ് സൂഫികൾ. അത് ലോകത്ത് മുഴുവനുമുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഇതേ വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അവിടെ ഒരു അബ്ദുല്ലാഹി ഹബഷി എന്ന് പറയുന്ന വിഭാഗമുണ്ട് ആഫ്രിക്കയിൽ. അഹ്ബാഷ് എന്നൊരു അറിയപ്പെടാം. നമ്മുടെ ഇപ്പോൾ APK എന്ന് പറഞ്ഞ പോലെ അവിടെ അഹ്ബാഷ് എന്നാണ് അവർ അറിയപ്പെടുക. അഹ്ബാഷ് ഹബഷികൾ. അവർക്ക് റദ്ദ് ചെയ്തുകൊണ്ട് അവിടുത്തെ പണ്ഡിതന്മാരുടെ കിതാബുകൾ കാണാൻ പറ്റും. മൗസൂഅത്ത് അഹ്ലി സുന്ന ഫിർ റദ്ദ് അലൽ അഹ്ബാഷ് വമൻ വാഫഖ ഉസൂലഹും എന്ന പേരിൽ 3 വാള്യമുള്ള ഗ്രന്ഥമുണ്ട്. അവിടെ അസ്ലുകളെ തകർക്കാൻ വേണ്ടി ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥം മൗസൂഅത്ത് അഹ്ലി സുന്ന, അഹ്ലുസുന്നയുടെ എൻസൈക്ലോപീഡിയ എന്ന പേരിൽ എഴുതപ്പെട്ട ഗ്രന്ഥം നമ്മളൊക്കെ കയ്യിലുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ് സെയിം വാദം, യാതൊരു വ്യത്യാസവുമില്ല. ഇതേ വാദമാണ് അവരവിടെയും ഉന്നയിക്കുന്നത്. യോജിക്കുന്ന ഒരുപാട് മേഖലയുണ്ട്. സൂഫികളും ഷിയാക്കളും തമ്മിൽ യോജിക്കുന്ന ഒരുപാട് മേഖലയുണ്ട്. അത് ഒന്ന് ഇതിനാണ് അഖീദയുടെ അസ്ല്. ഷിയാക്കൾ പറഞ്ഞ അസ്ല് എന്താണോ ആ അസ്ല് തന്നെയാണ് ഇവരും പറയുന്നത്. അതേപോലെ പിന്നെ ശരീഅത്തിന് ലാഹിറും ബാത്തിനും ഉണ്ട്. അത് ഷിയാക്കൾ പറഞ്ഞ വാദമാണ്. ഇസ്ലാമിക ശരീഅത്തിന് പ്രത്യക്ഷവുമുണ്ട് പരോക്ഷവുമുണ്ട്. പ്രത്യക്ഷമാണ് ഈ കിതാബിലും മറ്റൊക്കെ കാണുന്നത്. പരോക്ഷം വേറെ, ബാത്തിനായ മഅന വേറെയുണ്ട്. അത് നേരിട്ട് അല്ലാഹു തആല ചില ശൈഖന്മാർക്ക് ഇങ്ങനെ കൈമാറി കൊടുക്കുന്നു. അത് കിതാബിൽ നോക്കി കിട്ടൂല. അത് ആ ശൈഖന്മാരിൽ നിന്ന് അവരുടെ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് ഇജാസത്തായിക്കൊണ്ട് അവർ കൈമാറി കൊടുക്കുന്നതാണ്. അത് ആ ശൈഖിനെ പോയി ബൈഅത്ത് ചെയ്ത് ആ ശൈഖിൽ നിന്ന് കിട്ടണം. അതാണ് ലാഹിറും ബാത്തിനും എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഖുർആനിൻ്റെ തഫ്സീറൊക്കെ വായിച്ചു നോക്കിയാൽ തഫ്സീർ പറഞ്ഞതൊക്കെ ലാഹിറായ മഅനയാണ്. എന്നാൽ ബാത്തിനായ മഅന ഉണ്ടാവും. അത് ഷിയാക്കൾ ഉന്നയിച്ചു, സൂഫികളും ഉന്നയിച്ചു. അതാണ് ഷിയാക്കൾ പറഞ്ഞ ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ എന്ന് പറഞ്ഞാൽ തഫ്സീറൊക്കെ നോക്കിയ പരിഭാഷ നോക്കി എന്താ കാണാം? സൂറത്ത് ബഖറ അല്ലാഹു ഇങ്ങോട്ട് പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അത് ലാഹിറായ അർത്ഥം, മഅന ബാഹ്യമായ അർത്ഥം. അതിന് ബാത്തിനായ മഅനയുണ്ട്. അവിടെ ബഖറ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയാണ്. അപ്പോൾ ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ പറഞ്ഞാൽ ആയിഷ ബീവിയോട് നിങ്ങൾക്ക് മനസ്സിൽ ഒരു സ്നേഹവും ബന്ധവും ഒന്നും പാടില്ല. പൂർണ്ണമായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആയിഷ ബീവിയെ എടുത്തു കളയണമെന്നാണ് അള്ളാഹ് അവിടെ കൽപ്പിക്കുന്നത്. അത് ബാത്തിനായ മഅനയാണ്. അത് തഫ്സീർ കാണൂല. അത് അള്ളാഹ് നബിക്ക് നേരെ ഇവിടുന്ന് നബിക്ക് കൊടുത്ത്, നബി അലിക്ക് കൊടുത്ത്, അലി നബി നിങ്ങൾ കൈമാറി ത്വരീഖത്ത് ശൈഖന്മാരുടെ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഷിയാക്കൾ നേതാക്കന്മാരുടെ അത് കൈമാറി വന്നു ഷിയാക്കൾ വിശ്വസിക്കും. എന്നാൽ ആ അർത്ഥം സൂഫികൾ വെക്കൂല. ആ അർത്ഥം ഈ ആയത്തിൽ സൂഫികൾ വെക്കൂല. അവിടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ബാഹ്യാർത്ഥമുണ്ട് ആന്തരികാർത്ഥമുണ്ട് എന്നതിൽ സൂഫികളും യോജിക്കുന്നു. അത് ഒരു പറയാത്ത വേറെ കുറേ അർത്ഥം ഇവർ പറയും, ഇവർ പറയാത്ത കുറേ അർത്ഥം അവർ പറയും. രണ്ടുകൂട്ടരും ബേസ് എന്താണ്? ഇതിന് ബാത്തിനായ മഅനയുണ്ട്, ലാഹിറായ മഅനയുണ്ട്, ബാത്തിനായ മഅന. അപ്പം എല്ലാ ആയത്തുകൾക്കും ഹദീസുകൾക്കും എല്ലാം അങ്ങനെ അർത്ഥം വെക്കും. അത് നമ്മുടെ നാട്ടിൽ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം എന്നൊരു പരിഭാഷ ഉണ്ട്. ഖുർആൻ ഉൾസാര വ്യാഖ്യാനം എന്ന പേര് ഒരു പരിഭാഷ ഉണ്ട്, സൂഫി പരിഭാഷ. ഈ പിന്നെ പന്താവൂരുണ്ടായിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ അവിടെ എഴുതിയതാണ് ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. അത് ഇതാണ്, ബാഹ്യമായ അർത്ഥമല്ല. എല്ലാ ആയത്തിൻ്റെയും ഉള്ളിൽ ഇറങ്ങിയിട്ട് ഉള്ളിൽ നിന്നുള്ള അർത്ഥം എടുക്കുക. അപ്പോൾ അത് ഏത് തഫ്സീറിനെ കിട്ടി ഇബ്നു കസീറിലുണ്ടോ ഖുർത്തുബിയുണ്ടോ വെച്ചാൽ അതിലുണ്ടാവില്ല. അതൊക്കെ ബാഹ്യമായ അർത്ഥം പറയാൻ വേണ്ടി എഴുതിയതാണ്, അതിലിതുണ്ടാവില്ല.
ഇത് വേറെ അർത്ഥം. ഇത് എവിടുന്ന് കിട്ടി? ഇത് മശായിഖന്മാരിൽ നിന്ന് ഓർക്കിങ്ങനെ ഇൽഹാമായും സ്വപ്നമായും ഒക്കെ അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. അതിങ്ങനെ കൈമാറി പോരുന്നതാണ് എന്ന് പറയും. അപ്പോൾ ശരീഅത്തിൽ മൊത്തം ലാഹിറും ബാത്തിനുമുണ്ട് എന്ന് വാദിക്കുന്നു. അതെ, ഇൽഹാമും കശ്ഫും തത്വത്തിലൊന്നാണ്, പക്ഷേ രണ്ടും തോന്നിപ്പിക്കലാണ്. ഇൽഹാം തോന്നിപ്പിക്കലാണ്, കശ്ഫ് വെളിപാടുകളാണ്. ഇൽഹാം മനസ്സ് തോന്നലാണ്. കശ്ഫ് ചിലപ്പോൾ ഓൾക്കിങ്ങനെ ഒരു ശബ്ദമില്ലാതെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഓൾക്കിങ്ങനെ പ്രത്യേകമായി എഴുതി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള വെളിപാടുകളായിട്ട് വരും. അതാണ് കശ്ഫ് എന്ന് പറയുന്നത്. കശ്ഫ് ഇലാഹിയുണ്ട്, കശ്ഫ് ശൈത്താനിയുണ്ട്. ഇൽഹാം ഇലാഹിയുണ്ട്, ഇൽഹാം ശൈത്താനിയുണ്ട്. അതൊന്നും വേർതിരിക്കാൻ അങ്ങനെ ഒരു കൃത്യമായ മാനദണ്ഡമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇത്തരം ചില അസലുകളിൽ ഇവർ തമ്മിൽ യോജിക്കുന്നു, ഷിയാക്കളും സൂഫികളും. അതുകൊണ്ടാണ് പല സ്ഥലത്തും. പിന്നെ നബി, അഹ്ലുബൈത്ത്, അലി കുടുംബം, ആ മഹബത്തിലും ഷിയാക്കളും സൂഫികളും യോജിക്കുന്നുണ്ട്. ഷിയാക്കൾ കുറച്ചുകൂടെ അതിൽ വിട്ടുന്നേ ഉള്ളൂ. എന്നാൽ സൂഫികളെയും അസ്ല തന്നെയാണ്. കാരണം ഇവിടുത്തെ മൊത്തം ഔലിയാഇൻ്റെ ഇമാം അലി അബി ത്വാലിബാണ് എന്ന് സൂഫികൾ വിശ്വസിക്കുന്നു. അബൂബക്കർ സിദ്ദീഖിനേക്കാളും ഉമർ ഖത്താബിനേക്കാളും അഫ്ളൽ അലിയാണ് എന്നാണ് സൂഫികളുടെ വിശ്വാസം. മർത്തബ കൊണ്ട് അലിയാണ് മേലെ. കാരണം അലി എന്താണ്? അബുൽ ഔലിയ, ഔലിയാക്കളുടെ പിതാവാണ്. അത് സിദ്ദീഖിന് കിട്ടിയിട്ടില്ല, ഉമർ ഖത്താബിന് കിട്ടിയിട്ടില്ല. കാരണം നബി തങ്ങൾ അലിക്ക് മാത്രമായി ചില പ്രത്യേകമായ ഇൽമുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റാർക്കും പറഞ്ഞു കൊടുക്കാത്ത സ്വകാര്യമായ ചില ഇൽമുകൾ അലിക്ക് നബി പറഞ്ഞു കൊടുത്തു. അത് അലി പിന്നെ അർഹതപ്പെട്ട ആൾക്ക് മാത്രം കൈമാറിക്കൊടുത്തു. അങ്ങനെ കൈമാറി വരുന്ന ചില പരമ്പരകളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ത്വരീഖത്തും അലിയിലേക്കാണ് എത്തുക. അബൂബക്കർ സിദ്ദീഖിലേക്ക് എത്തുന്ന ത്വരീഖത്തുണ്ടാവില്ല, ഉമർ ഖത്താബിലേക്ക് എത്തുന്ന ത്വരീഖത്തുണ്ടാവില്ല, ഉസ്മാൻ അഫ്ഫാനിലേക്ക് എത്തുന്ന ത്വരീഖത്തുണ്ടാവില്ല. ത്വരീഖത്തൊക്കെ അലിയിലേക്കാണ്. ഖാദിരിയ്യ, റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ, സുഹ്റവർദിയ്യ, ഐദ്റൂസിയ്യ, ചിശ്തിയ്യ തുടങ്ങി എല്ലാ ത്വരീഖത്തും ചെന്നെത്തുക അലിയിലേക്കാണ്. അവിടേക്ക് അത് മുട്ടുള്ളൂ. അത് ഇതിൻ്റെ ഒരു ചില സ്വാധീനങ്ങളാണ്. അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖ് അത്ര വലിയ മഹത്വമായത്. കാരണം മൊയ്തീൻ ഷെയ്ഖ് രണ്ട് വഴിക്ക് അലിയിലേക്ക് എത്തുന്നതാണ്. മറ്റുള്ളവർക്ക് ഒരു വഴിക്ക് എത്താം, ഒന്നെങ്കിൽ വാപ്പ വഴിക്ക് അല്ലെങ്കിൽ ഉമ്മ വഴിക്ക്. മൊയ്തീൻ ഷെയ്ഖ് ആവട്ടെ വാപ്പയും ഉമ്മയും വഴിക്ക്, രണ്ട് വഴിക്കും അലിയിലേക്ക് എത്തുന്നു. അൻതൽ ഹസനിയ്യ വൽ ഹുസൈനിയ്യ കുൻത മഅന്ന, താങ്കൾ ഹസനിയുമാണ് ഹുസൈനിയുമാണ്. ഹസൻ ബിൻ അലിയിലൂടെയും ഹുസൈൻ ബിൻ അലിയിലൂടെയും രണ്ടിലൂടെയും അലിയിലേക്ക് മുട്ടുന്ന ആളാണ് മൊഹീദ്ദീൻ ഷെയ്ഖ്. അതുകൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്ത മഹത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ് ഓലൊരു അസ്ല്. ഏതായിരുന്നാലും അഖീദയുടെ പല രംഗത്തും ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്നുണ്ട്. അതല്ല, അത് കാഫാണ് ബക്കർ, ഇത് ബക്കറ എന്ന് തന്നെ. അപ്പോൾ ബക്കറ എന്നുള്ളത് ഉപയോഗിച്ചത് ഒരു പ്രതീകം മാത്രമാണ്. അതൊരു പ്രതീകം അല്ല. പശുക്കൾക്ക് അത് കഴിഞ്ഞു പോയി. അതിപ്പോൾ എന്തിനാ ഖിയാമത്തിലെ ഓതുന്നതാണ്? അത് ആ കാലത്ത് കഴിഞ്ഞില്ലേ? ഇസ്രായേലിൽക്കും അത് പകർത്തുന്നത് പശു നടക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞു. അതിപ്പോൾ എന്താ നമ്മൾ ഓതുന്നത്? ഖിയാമത്തുള്ള മനുഷ്യന്മാരെ ഓതുന്ന ആവശ്യമുണ്ടോ? കഴിഞ്ഞു പോയില്ലേ? നമുക്ക് വല്ലതും ഉണ്ടോ? അതെ. അപ്പം നമുക്കൊരു വേറെ തത്വമുണ്ട്. അതെന്താണ്? നമുക്കൊരു പല പഠിപ്പിക്കുന്നതാണ്. സമാനമായി ഒരുപാട് ബക്കറകൾ വരും. അതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് അർത്ഥം ഒഴിവാക്കി കളയണം. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ആയിഷ ബീവി എന്നാണ്. ഇപ്പോൾ മറ്റേ ചങ്ങായും പറഞ്ഞില്ലേ ആയിഷ ബീവി നബിൻ്റെ ഭാര്യയല്ലാന്ന്. നമ്മളെ സി.എച്ച്. മുസ്തഫ ഇപ്പോൾ പറഞ്ഞല്ലോ ആയിഷ ബീവി നബിൻ്റെ ഭാര്യയല്ല, നബി വിവാഹം കഴിച്ചിട്ടില്ല, അങ്ങനെ ഭാര്യ ലഭിക്കില്ല എന്ന് പറഞ്ഞു. അതിന് അവിടേക്ക് എത്തും. കുറച്ച് കഴിയുമ്പോൾ അതിന് ആ സ്റ്റെപ്പിലേക്ക് എത്തും. അയാൾ ശരിയാണ്, ശുദ്ധ ശരിയാണ്, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ ശുബഹത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്താലും അതൊന്നും വിശ്വാസത്തെ ബാധിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. വൽ ജവാബ് അൻ ഹാദിഹി ശുബ്ഹ. ഇത് പറയാൻ അവർക്കുള്ള ന്യായം എന്താണ്? പല ഹദീസിലും കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവന് നരകം ഹറാമാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ച അവൻ സ്വർഗത്തിലാകുന്നു എന്നൊക്കെയുള്ള പല ഹദീസുകളും വന്നിട്ടുണ്ട്. ഈ ഹദീസുകളെ ലാഹിർ പ്രത്യക്ഷം മാത്രം എടുത്തുകൊണ്ടാണ് അവർ വാദിക്കുന്നത്. ഞങ്ങൾക്കിത് പറയുന്നവരാണല്ലോ, അപ്പം ഈ ഓഫർ ഞങ്ങൾക്കുമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ വൽ ജവാബ് അൻ ഹാദിഹി ശുബ്ഹ, ഇതിനുള്ള മറുപടി അന്ന ഹാദിഹി അഹദീസ ലൈസത് അലാ ഇത്ലാഖിഹാ. ഈ ഹദീസുകളൊന്നും മുത്തലക്കായി മനസ്സിലാക്കേണ്ടത്, നിരുപാധികമുള്ള ഹദീസുകളല്ല. കേവലം ഉച്ചരിച്ചാൽ ഒരു സ്വർഗം ഉണ്ട് എന്നല്ല അതിനർത്ഥം. വഇന്നമാ ഹിയ മുഖയ്യദത്തുൻ ബിഅഹാദീസ ഉഖ്റ ജാഅ ഫീഹാ. അതേ വിഷയത്തിൽ വന്ന മറ്റു ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ കൊണ്ട് ഇതിന് കൈത് വെക്കണം, ഉപാധി വെക്കണം എന്നാണ് ഖുർആനും ഹദീസിൻ്റെ പ്രത്യേകതയാണ്. ഒരേ വിഷയത്തിൽ 2, 3, 4, 5, 10 ആയത്തും ഹദീസൊക്കെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് മുത്തലക്കായി പറയും, നിരുപാധികം പറയും,
മറ്റൊരു ഭാഗത്ത് മുഖയ്യതായി സ്വാഭാവികം പറയും. അപ്പം ഈ നിരുപാധികം പറഞ്ഞതിനെ കൂടി മറ്റത് വെച്ച് ഹംല് ചെയ്യണമെന്ന് പറയും. അഥവാ അവിടെ വെച്ച ഉപാധി ഇങ്ങോട്ടും ബാധകമാണ് എന്നർത്ഥം. ഒരു സ്ഥലത്ത് ഉപാധി ഇല്ലാതെ പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഉപാധി ഉണ്ടായി പറഞ്ഞു, ഒരേ കാര്യം. അപ്പം ആ ഉപാധി ഇവിടേക്കും ബാധകമാകും. അപ്പം എല്ലാ ഹദീസും ചേർത്ത് വെച്ചുകൊണ്ടാണ് അഹ്ലുസുന്ന സ്വീകരിക്കുക. അഹ്ലുസുന്നയുടെ ഒരു അസുരാണത്. എല്ലാ ആയത്തുകളും എല്ലാ ഹദീസുകളും ജംഉ നുസൂസിൽ വാരിദാന, ഈ വിഷയത്തിൽ വന്ന എല്ലാ നസ്സുകളെയും ചേർത്ത് വെച്ചുകൊണ്ടേ മനസ്സിലാക്കുള്ളൂ. അഹ്ലുൽ ബിദ്അ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും, അല്ലാത്തവിടെ വെക്കും. ഒരേ വിഷയത്തിൽ 10 ഹദീസ് വന്നാൽ അവർക്ക് ഒന്ന് ആവശ്യമുണ്ട്, അതെടുക്കും, മറ്റേ മുണ്ടൂല. ഇത് മാത്രം എടുത്താൽ ഇവർക്ക് അനുകൂലമാവും. മറ്റോൻ വരും, വേറൊന്നെടുക്കും, അത് ഓൻ അനുകൂലമായിരിക്കും. വേറൊരുത്തം വരും, മറ്റൊന്നെടുക്കും, അത് ഓൻ അനുകൂലമായിരിക്കും. അഹ്ലുസുന്ന ചെയ്യുക, എല്ലാം എടുക്കും. എന്നിട്ട് ഇത് ചേർത്ത് വെച്ചുകൊണ്ട് എന്താണോ ലഭിക്കുന്ന ആശയം, അതാണ് ഇതിന് ശരിയായ ആശയം എന്ന് പറയും. അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. അല്ല ഒരു ഹദീസ് മാത്രം എടുത്താൽ കിട്ടും, ജാഹിദ് പറഞ്ഞോണ്ട് നരകം ഹറാമാണ്, കഴിഞ്ഞു, ഇനി ബന്ധ വേജാറ് അത് പറഞ്ഞു, ജാഹിദ് പറഞ്ഞു, ഇനി നരകം ഹറാമല്ലേ, ഇനി എന്താ പേടിക്കാൻ എന്നോ വിചാരിച്ച് ഓരങ്ങനെ പോവും. അത് പറ്റൂലാന്ന്. അപ്പം ആ വിഷയമായി എന്തൊക്കെ ഹദീസുകൾ വന്നു, ഏതൊക്കെ ആയത്തുകൾ വന്നു, എല്ലാം ചേർത്ത് വെച്ചിട്ട് വേണം ഈ ആയത്തുകളെ മനസ്സിലാക്കാൻ. അന്നഹു ലാ ബുദ്ദ ലിമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാഅ ഫീഹാ, ഈ ഹദീസിൽ വന്നിട്ടുണ്ട് എന്ത്, അന്നഹു ലാ ബുദ്ദ ലിമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾക്ക് അത്യാവശ്യമാണ് അൻ യഅ്തഖിദ മഅനാഹാ ബിഖൽബിഹി, അതിൽ ആശയം കൽബ് കൊണ്ട് അവൻ വിശ്വസിക്കണം. വയഅമല ബിമുഖ്തദാഹാ, അതിൻ്റെ തേട്ടപ്രകാരം അമൽ ചെയ്യണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം അവൻ അമലാക്കി മാറ്റണം. ഫയക്ഫുറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം അവൻ നിഷേധിക്കണം എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാകും. കമാ ഫി ഹദീസ് ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തആല നരകത്തിനെ ഹറാമാക്കിയിരിക്കുന്നു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ എങ്ങനെ പറയണം, ബാക്കിയുണ്ട്, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, കണ്ടോ, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് പറഞ്ഞവനെ. അതൊരു കൈതാണ്, ഒരു ഉപാധി, ഒരു ഹദീസ് എന്ന ഉപാധി ഇപ്പം അതാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് പറഞ്ഞവന് നരകം ഹറാം. അപ്പോൾ ഉദ്ദേശത്തില്ലാതെ പറഞ്ഞാലോ ഓന് ഓഫറില്ല, ഇല്ല, അല്ലെങ്കിലോ ഫഇന്നൽ മുനാഫിഖൂന യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിഅൽസിനതിഹിം, മുനാഫിഖീങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ നാവ് കൊണ്ട്, വഹും ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവരായിട്ട് നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ് മുനാഫിഖീങ്ങൾ നരകത്തിന് അടിത്തട്ടിലാകുന്നു. ആ മുനാഫിഖുകൾ നബിയുടെ കാലത്തുള്ളവർ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. അപ്പം ഈ ഹദീസെത്താലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ നരകമില്ല എന്ന് പറഞ്ഞാൽ മുനാഫിഖ് സുഖത്തിലാണ്ട് വരും, അത് പറയില്ലല്ലോ. അപ്പം എന്ത് മനസ്സിലാക്കണം, ഈ പറഞ്ഞ ഉപാധി യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അപ്പം മറ്റോ പറഞ്ഞ എന്തിനാണ്, ആളെ പൊട്ടീസാക്കാനാണ്. അതെ, മുനാഫിക്കാണ്. അപ്പം മുനാഫിക്കുകൾ പറഞ്ഞത് അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടിയല്ല, നബിയെയും സഹാബത്തിനെയും മുസ്ലിമീങ്ങളെയും പറ്റിക്കാനാണ്, ഞങ്ങൾ നിങ്ങളെ ആളാന്ന് കാണിക്കാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത്. അപ്പം പിന്നെ കാര്യമില്ല. അത് മരണസമയത്തല്ല, ഇത് മരണസമയത്തൊന്നുമില്ല, ഇതല്ലാതെയാണ്, അത് വേറെ. മരണസമയത്ത് സാധിച്ചേക്കാം. പ്രശ്നം ചെയ്യും. ഫിറഔന് പറഞ്ഞില്ലേ, ഫിറൗന് മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് മരിച്ചത്. അല്ലാഹ് എന്താ പറഞ്ഞത്, അൽ ആന, ഇപ്പോഴാണോ പറയണത്, ഇതുവരെ ധിക്കാരം ചെയ്തിട്ട് വെച്ചത്, അതൊന്നും കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, ഞാൻ മുസ്ലിമാണെന്നും പറഞ്ഞിട്ടാണ് ഫിറൗൻ മരിച്ചു പോയത്. അതുകൊണ്ട് സൂഫികൾ പറഞ്ഞത് ഫിറൗൻ സമ്പൂർണ്ണ മുഅ്മിനാണെന്ന്. സൂഫി അക്ബരിയ ത്വരീഖത്തിന്റെ അസ്ൽ പ്രകാരം ഫിറൗൻ സമ്പൂർണ്ണ മുഅ്മിനാകുന്നതാണ്. അക്ബരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖുണ്ട്, ഷെയ്ഖുൽ അക്ബർ എന്നറിയപ്പെടുന്ന അക്ബരിയ ത്വരീഖത്തിന്റെ ആള്, അവരാണ് ഷെയ്ഖുൽ അക്ബർ. സൂഫികൾ ഏറ്റവും വലിയ ഷെയ്ഖുൽ അക്ബർ എന്ന അയാളെ പറ്റിയാൽ പറയാം. അക്ബരിയ ത്വരീഖത്ത് ഏറ്റവും പിടുത്തപ്പെട്ട ത്വരീഖത്താണ്. അതിലെ അസ്ല് ഫിർഔന് സമ്പൂർണ്ണ മുഅ്മിനാണ്. കാരണം മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഞാൻ മുസ്ലിമാണ് പ്രഖ്യാപിച്ചിട്ടാണ് മരിച്ചു പോയത്. അതുകൊണ്ട് ഫിർഔൻ നല്ല 1-ാം നമ്പർ വിശ്വാസിയാണ്. മാത്രമല്ല, പക്ഷേ മൂസാ നബിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. മൂസാ നബി അത് അംഗീകരിച്ചില്ല, അത് അള്ളാഹ്ക്കറിയാം മൂസാ നബി അംഗീകരിക്കൂല എന്ന്. അപ്പം അംഗീകരിക്കാതിരുന്ന എന്തുണ്ടാവുക, ഇപ്പം മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് പരിഗണിക്കൂല. മുസ്ലിം മരിച്ചാലോ കുളിപ്പിക്കണം. പക്ഷേ ഫിർഔനെ മുസ്ലിം അംഗീകരിക്കാത്തത് കൊണ്ട് മൂസാ നബി അയാൾ കുളിപ്പിക്കുക അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് ഫിർഔനെ കടൽ കൊണ്ടുപോയി മുക്കിയത്. അപ്പോൾ കുളിപ്പിക്കലുമായി. ഫഖറജ മിന ദുനിയ
ത്വാഹിറൻ മുതഹിറൻ എന്നാണ് ഓരോ പ്രയോഗം. ദുനിയാവ് നോൻ പോയത് ത്വാഹിറുമാണ് മുതഹിറുമായിക്കൊണ്ടാണ്. കാരണം അള്ളാഹ് തന്നെ കുളിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിപ്പിച്ചുകൊണ്ട് പരിപൂർണ പരിശുദ്ധനായിക്കൊണ്ട് ഫിർഔൻ ഇവിടുന്ന് പോയി എന്നാണ് ഓലവാദം. എന്ന് വൃത്തിയില്ലപ്പോൾ അങ്ങനെ എടുത്ത് ബാധിച്ചപ്പോൾ എന്താ കാട്ടുക? ഫുതുഹാത്തുൽ മക്കിയ എന്ന കിതാബിൽ അബു തയ്യിബ് എന്ന് പറയുന്ന പല വലിയ സൂഫി ഷെയ്ഖ് അവിടെ എഴുതിച്ചതാണ് ഇത്. ഖൈർ. വലം യൻഫഉഹും അൻ-നുത്ഖു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലയുടെ ഉച്ചാരണം അവർക്ക് ഒരു ഉപകാരവും ഉണ്ടാക്കിയിട്ടില്ല മുനാഫിക്കുകൾക്ക്. ലഅന്നഹും ലാ യഅ്തഖിദൂന മാ ദല്ലത അലൈഹി ബിഖുലൂബിഹിം. കാരണം ഈ ലാ ഇലാഹ ഇല്ലയുടെ ആശയം എന്താണോ അത് അവർ അവരുടെ ഖൽബ് കൊണ്ട് അംഗീകരിച്ചിട്ടില്ല. വഫീ സ്വഹീഹി മുസ്ലിം. ഇനി മറ്റൊരു ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ഇത്ബാൻ ഉദ്ദേശിച്ച ഹദീസ് പറഞ്ഞ ഖൈദ് എന്താണ്, ഉപാധി എന്താണ്? യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് പറയണം എന്നാണ്. ഇനി ഇമാം മുസ്ലിം ഉദ്ദേശിച്ച മറ്റൊരു ഹദീസ് അതിൽ കാണാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് ഹറമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ്. കണ്ടോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ അവിശ്വസിക്കുകയും ചെയ്താൽ, അതൊരു ഉപാധിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ അവിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഹറമ മാലുഹു വദമുഹു, അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും പവിത്രമായി. പിന്നെ ഓനെ കൊല്ലാൻ പാടില്ല, ഓനെതിരെ നടപടിക്കാൻ പാടില്ല, ഓനെ മുസ്ലിമായി കണക്കാക്കണം. വഹിസാബുഹു അലല്ലാഹ്, ഇനി വാനിക്കവൻ്റെ ഹിസാബ് പഠിച്ചോ നോക്കിക്കോളും. ആ പ്രത്യക്ഷത്തിലൊരാൾ ഇത് പറഞ്ഞു വഖഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, എന്നാൽ പിന്നെ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് അവനെ മുസ്ലിമായി കണക്കാക്കുക. പിന്നെ അവനെതിരെ നടപടിക്കാനോ ഓനെതിരെ യുദ്ധം ചെയ്യാനോ ഒന്നും പാടില്ല. ഇനി ഓൻ ആത്മാർത്ഥമായിട്ടാണോ അല്ലേ പഠിച്ചോ നോക്കിക്കോ. വഹിസാബുഹു അലല്ലാഹ്. അപ്പോൾ അവിടെ ഉപാധി വെച്ചത് എന്താണ്? വഖഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് എന്നാണ്. ഫഅല്ലഖ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുർമത്തൽ മാലി വദ്ദമി അലാ അംറൈൻ. ഇവിടെ അവന് രക്തവും അവന് സമ്പത്തും പവിത്രമാകാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഉപാധിയാണ് വെച്ചത്. ഒന്ന് അൽ അവ്വലു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. അസ്സാനി അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിഷേധിക്കുകയും വേണം. ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ തന്നെ നിഷേധമായില്ലേ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, അതവൻ നിഷേധിക്കുകയും ചെയ്താൽ. വലം യക്തഫി ബിമുജറദി നുത്ഖി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, കേവലം ഉച്ചാരണം കൊണ്ട് മതിയാക്കിയില്ല. ഫദല്ല അലാ അന്ന അല്ലദീ യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു വലാ യത്രുകു ഇബാദത്തൽ മൗത വത്തഅല്ലുഖ ബിൽ അദ്രിഹ ലാ യഹ്റുമു മാലുഹു വലാ ദമുഹു, മരിച്ചവരോടുള്ള ഇബാദത്ത് ഒഴിവാക്കുന്നില്ല, ഖബറുകളുമായുള്ള ബന്ധങ്ങളെ ഒഴിവാക്കുന്നില്ല എങ്കിൽ ഈ പറയപ്പെട്ട പവിത്രതയ്ക്ക് അവന് അർഹതയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. സാലിസൻ, മൂന്നാമത്തെ അവരുടെ ന്യായം, ഞങ്ങൾ ചെയ്ത ശിർക്കല്ല എന്ന് പറയാൻ അവർ പറയുന്ന മൂന്നാമത്തെ ന്യായം ഒമിന ശുബഹില്ലത്തി യദുലൂന ബിഹാ അയ്ളൻ ദഅവാഹും അന്നഹു ലാ യഖഉ ഫീ ഹാദിൽ ഉമ്മത്തിൽ മുഹമ്മദിയത്തി ശിർക്കുൻ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് പറയാറുണ്ട്. ഈ ഉമ്മത്തിൽ ശിർക്ക് ഉണ്ടാവില്ല എന്ന് നബി പറഞ്ഞതാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യണതൊന്നും ശിർക്കല്ല. വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന കാലത്തോളം അവന് ശിർക്ക് വരികയില്ല എന്ന് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യണമൊന്നും ശിർക്കല്ല. وأن هذا الذي يمارسونه عند الأضرحة من عبادة الموتى ودعائهم من دون الله لا يسمى شركا عندهم, അതുകൊണ്ട് ഖബറുകളിൽ ചെന്ന് ചെയ്യപ്പെടുന്ന ഇബാദത്തുകൾ, അവരുടെ പ്രാർത്ഥനകൾ, ഇതൊന്നും ശിർക്ക് എന്ന് പറയുകയില്ല അവരുടെ വീക്ഷണപ്രകാരം. കാരണം എന്താ, ഈ ഉമ്മത്ത് മുഹമ്മദിൽ ശിർക്ക് ഉണ്ടാവില്ല. പണ്ട് പ്രസംഗത്തിൽ കാര്യമായി പറഞ്ഞ ന്യായമല്ലായിരുന്നു, ഈ ഉമ്മത്തിൽ ശിർക്ക് വരില്ല എന്ന് ഹദീസുണ്ട്. ഞാൻ നിങ്ങളെ മേൽ ശിർക്ക് ഭയപ്പെടുന്നില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പം നബിക്ക് പേടില്ല, പിന്നെ എന്തിനാ വഹാബിയാക്ക് പേടിയെന്ന് ചോദിച്ചത്? ഈ ഉമ്മത്തിന് ശിർക്ക് പേടിക്കുന്നില്ല, അങ്ങനെ ശിർക്ക് വരില്ല. അപ്പം പിന്നെ നമ്മൾ അവിടെ പോയി എന്ത് ചെയ്താലും അത് ശിർക്കല്ല. കാരണം എന്താ, ശിർക്ക് ഉണ്ടാവില്ല നബി പറഞ്ഞാലേ. അപ്പം അവിടെ പോയി എന്ത് ഇബാദത്ത് ചെയ്താലും അതൊന്നും ശിർക്കാവുകയില്ല എന്ന് പറയുന്നു. വൽ ജവാബ് അൻ ഹാദിഹി ശുബ്ഹ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ അന്നഹു സയകൂന ഫീ ഹാദിൽ ഉമ്മത്തി മുശാബഹത്തുൻ ലിൽ യഹൂദി വൻ നസ്വാറ ഫീമാ ഹും അലൈഹി.
അതിന് മറുപടി അതേ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്ത് ജൂത ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെടുമെന്ന്. ജൂത ക്രിസ്ത്യാനികളോട് ഈ ഉമ്മത്ത് സാദൃശ്യപ്പെടും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. വമിൻ ജുംലത്തി ദാലിക, അതിൽ പെട്ടതാണ് ഇത്തിഖാദുഹും അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദുനില്ലാഹ്, അവിടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കിയത് ജൂത ക്രിസ്ത്യാനികൾ ചെയ്ത പണിയാണ്. ആ ജൂത ക്രിസ്ത്യാനികളോട് ഈ ഉമ്മത്തെ സാദൃശ്യപ്പെടും എന്ന് നബി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഏതായാലും ഒരു വഴിക്ക് ഇവിടെ ശിർക്ക് വരും എന്ന് മനസ്സിലായല്ലോ. അവരാ ചെയ്തതിനെ ശിർക്കാണ് എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു. അവിടെ സാദൃശ്യപ്പെടുമെന്ന് പറയുകയും ചെയ്തു. വഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, അന്നഹ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ യൽഹഖ ഹയ്യും മിനൽ ഉമ്മത്തിഹി ബിൽ മുശ്രിക്കീൻ. നബി തങ്ങളുടെ ഉമ്മത്തിലെ ഒരു ഗോത്രം, ഒരു വിഭാഗം മുസ്ലിക്കിനോട് ചേർന്നിട്ടല്ലാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് അതേ നബി പറഞ്ഞിട്ടുണ്ട്. വഹത്താ തഅബുദ ഫിആത്തും മിൻ ഉമ്മത്തിഹി അൽ ഔസാൻ, നബി തങ്ങളുടെ ഉമ്മത്തിലെ ചില ഫിഅത്ത്, ചില സംഘങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കും എന്നതുവരെയും ഖിയാമത്ത് ഉണ്ടാവുകയില്ല. ഔസാൻ, വസന്, സ്വനമ്, സ്വനമ് വിഗ്രഹങ്ങൾ, വസനം വിഗ്രഹങ്ങൾ. അറബി രണ്ടും പ്രയോഗിക്കുന്ന വ്യത്യാസം മാത്രം. സ്വനം എന്ന് പറയുമ്പോൾ വിഗ്രഹത്തെ രൂപത്തിലുണ്ടാക്കി വെക്കണം. ഒരു മനുഷ്യ കോലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കോലത്തിൽ ചെത്തിമിനുക്കി കല്ലിനെ അങ്ങനെ പ്രതിമയാക്കി ഉണ്ടാക്കി വെച്ചാലാണ് സ്വനം എന്ന് പറയുക. വസൻ എന്ന് പറയുമ്പോൾ ഈ രൂപം ഉണ്ടാകണമെന്നില്ല. ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ഏതിനും വസൻ എന്ന് പറയാം. അത് നബി തങ്ങളുടെ പ്രാർത്ഥന, ലാ തജൽ ഖബ്രി വസനൻ യുഅബദ്, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വസനാക്കരുത് റബ്ബേന. അവിടെ സ്വനമല്ല. സ്വനമാകൽ എപ്പോഴാണ്? അത് പ്രത്യേകം വിഗ്രഹമാക്കി മാറ്റുമ്പോഴാണ്. എന്നാൽ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന കാര്യം വേറെ പോയി ചെയ്താൽ അതിന് വസൻ എന്ന് പറയും. മലയാളത്തിൽ രണ്ടിനും വിഗ്രഹം എന്നാണ് അർത്ഥം പറയുക. വസൻ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. വഖദ് ഹദസ ഫീ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ സംഭവിച്ചു പോയി, മിൻ ശിർക്കി വൽ മബാദിൽ ഹദ്ദാമ വന്നിഹൽ ളാല്ല മാ ഖറജ ബിഹി കസീറുൻ മിനൻ നാസ് അൻ ദീനിൽ ഇസ്ലാം വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ഉമ്മത്തിൽ ശിർക്കുണ്ടായി, അതേപോലെ പിഴച്ച വഴികളുണ്ടായി. അത് മുഖേന ധാരാളം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവരപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. താനും ഷിയാക്കളുണ്ടായി, ഖവാരിജുകളുണ്ടായി, മറ്റൊരുപാട് സംഘങ്ങളുണ്ടായി. അവരൊക്കെ പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പം ഈ ഉമ്മത്ത് തെറ്റിപ്പോവുക എന്നല്ല, ഉമ്മത്ത് ശിർക്ക് വരിക എന്നല്ല, ശിർക്ക് വരും. ഈ ഉമ്മത്തിൽ കുഫർ വരും. ഈ ഉമ്മത്ത് വിഗ്രഹങ്ങളെ ആരാധിക്കും, മുസ്ലിങ്ങൾ കൂടെ ചേരും, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് പിന്തുടരും എന്നൊക്കെ തന്നെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. റാബിഅൻ, നാലാമത്തെ ന്യായം, വമിന ശുബഹി ലത്തി തഅല്ലഖു, അല്ല, അവിടെ രണ്ട് രൂപത്തിലാണ് വ്യാഖ്യാനം. അപ്പം അങ്ങനെ ഹദീസുണ്ട്, ഞാൻ നിങ്ങൾ ശിർക്ക് ഭയപ്പെടുന്നില്ല എന്നുണ്ട്. അവിടെ രണ്ടർത്ഥം. ഒന്നുകിൽ അത് സ്വഹാബത്തോട് മാത്രം പറഞ്ഞതാണ്. സ്വഹാബിമാർ നബിയുടെ ശേഷം ശിർക്ക് പോയില്ല. അത് നബി പറഞ്ഞില്ല, തുശ്രിക്കു ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്നല്ല എൻ്റെ ഭയം, ദുന്യാവിൻ്റെ കാലത്ത് നിങ്ങൾ മത്സരിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറ. അത് സ്വഹാബത്തിനെ കുറിച്ചാണ്. അപ്പം നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും സ്വഹാബിമാരും ശിർക്കിലേക്ക് പോവുകയില്ല എന്നാണ് നബിയെ പറഞ്ഞത്. അല്ലെങ്കിൽ ഐ അല മജ്മൂഇക്കും, ഫത്തുൽ ബാരിയിലൊക്കെ ഇമാം മസ്കദിനെ കുറിച്ച് വ്യാഖ്യാനം രണ്ടാമതാണ്. ഐ അല മജ്മൂഇക്കും, ഈ ഉമ്മത്ത് ഒന്നാകെ ശിർക്കിലേക്ക് പോവുകയില്ല. ഉമ്മത്ത് ഒന്നിച്ച് മുൻകാല സമുദായങ്ങൾ പോയതുപോലെ ഉമ്മത്ത് മുഴുവനും ശിർക്കിലേക്ക് പോവുകയില്ല എന്നാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ ആ ശിർക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പം ശിർക്ക് വരുവാൻ നബി പറഞ്ഞു, ശിർക്ക് വരും ചെയ്തു. അപ്പം എന്തൊക്കെ അർത്ഥം? നബി പറഞ്ഞത് നടപ്പായില്ല എന്നല്ലേ? ഈ രണ്ട് ന്യായമേ ഉള്ളൂ. നബി പറയും ഉമ്മത്തിൽ ശിർക്ക് ഞാൻ പേടിക്കുന്നില്ല, ശിർക്ക് ഉണ്ടായി നിൽക്കുക. അപ്പം രണ്ട് കാര്യം സംഭവിക്കണം. ഒന്നുകിൽ നബി തങ്ങൾ പറഞ്ഞതിന് എതിരായിട്ട് ഇവിടെ നടന്നു, അതുണ്ടാവില്ലല്ലോ. നബി പറഞ്ഞത് വഹയി പ്രകാരമാണ്. അല്ലെങ്കിലോ ഈ ചെയ്തത് ശിർക്കല്ല എന്ന് പറയണം. രണ്ടും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ശിർക്ക് ഞാൻ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്താണ്? സ്വഹാബത്തോട് പറയണം. സ്വഹാബിമാർ നബിക്ക് ശേഷം ശിർക്ക് അത് ചെയ്തിട്ടില്ല. നബി വഫാത്തിന് ശേഷം ഒരു സ്വഹാബിയും ശിർക്ക് ചെയ്തിട്ടില്ല. മാത്രമല്ല പിഴച്ച സംഘങ്ങളൊക്കെ വന്നപ്പോഴും ഒരു സ്വഹാബിയും പോയിട്ടില്ല. ഷിയാക്കൾ വന്നു, ഖവാരിജുകൾ വന്നു, ഒരു സ്വഹാബി പോലും പോയിട്ടില്ല. അതുകൊണ്ട് ആ ഖവാരിജുകൾക്കെതിരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സംവാദം നടത്താൻ പോയപ്പോൾ ഇബ്നു അബ്ബാസ് ആദ്യം പറഞ്ഞ ന്യായം അതായിരുന്നു, നിങ്ങൾ പിഴച്ചവരാണ് എന്ന ഏറ്റവും വലിയ തെളിവ് ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ കൂടിയില്ല എന്നതാണ്. ഇത്രയും സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഒരു സ്വഹാബിനെ പോലും കിട്ടിയില്ലല്ലോ.
നിങ്ങളതാണ് ശരിയെങ്കിൽ എല്ലാവരേക്കാളും മുന്നേ സ്വഹാബിമാരെ ശരി ചെയ്യും. ഒരൊറ്റ സ്വഹാബി നിങ്ങളൊപ്പം വന്നില്ല, അതിനർത്ഥം നിങ്ങളെ വഴി ശരിയല്ല എന്നാണ്. അപ്പോൾ സ്വഹാബിമാർ അവരെ കൂടെ ഇല്ല എന്നത് ഇബ്നു അബ്ബാസ് തെളിവായി എടുത്തു പറഞ്ഞു അന്ന്. അതുകൊണ്ടാണ് പിന്നെ ഒരു സ്വഹാബിയുടെ തള്ളിയിൽ സ്വഹാബികൾ ശരിയല്ല പറഞ്ഞപ്പോൾ ഒരിക്കൽ സ്വഹാബിനെ കിട്ടണില്ല. അപ്പോൾ പിന്നെ സ്വഹാബികളൊന്നും ശരിയല്ല, സ്വഹാബികളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. നബിൻ്റെ കാലത്തിൽ ഉഷാറായിരുന്നു, നബിൻ്റെ ശേഷം പോലൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു ന്യായമില്ല. നിങ്ങളപ്പോൾ സ്വഹാബി ഉണ്ടോ ചോദിച്ചാൽ സ്വഹാബികൾ എന്തിനാ പറ്റുക, ഓരൊക്കെ പുറത്തം വിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. അതാണ് അവർ ചെയ്ത പണി. പിന്നെ ഇബ്നു അബ്ബാസിനെ വരെ ഒരു അങ്ങേയറ്റം മോശമായി സ്ത്രീക്കുകയും ഇബ്നു അബ്ബാസിനെ കൊല്ലാൻ ശ്രമിക്കുകയും അങ്ങേയറ്റം നീചമായ പദപ്രയോഗങ്ങൾ ഇബ്നു അബ്ബാസിനെതിരെ അവരൊക്കെ പിന്നെ പ്രയോഗിക്കുകയും ചെയ്ത് കാണാൻ പറ്റും. യാ അഴ്മൽ ഖൽബി വൽ ബസർ എന്നാണ് ഖവാരിജികളുടെ നേതാവായിരുന്ന ഇബ്നു അബീ സൈദൊക്കെ ഇബ്നു അബ്ബാസിനെ അഭിസംബോധന ചെയ്ത്. ഇബ്നു അബ്ബാസ് വയസ്സായി പ്രായമായപ്പോൾ കണ്ണിന് കാഴ്ചയൊക്കെ പോയി. അന്ന് കണ്ണിന് കാഴ്ച ഇബ്നു അബ്ബാസ്, അന്നും ഇബ്നു അബ്ബാസ് അവിടെ ദിനിയായ ഏറ്റവും വലിയ ആലിമാണ്. ആ സമയത്തൊരു അഭിസംബോധന ചെയ്ത് കണ്ണും കൽബും പൊട്ടിയവനെ എന്ന് ഇബ്നു അബ്ബാസിനെ നേർക്കുനേരെ മുഖത്ത് നോക്കി വിളിച്ചതൊക്കെ കാണാൻ കഴിയും. അവസാനം ഇബ്നു അബ്ബാസ് അയാൾക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇബ്നു അബീ സൈദിന് ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ അയാൾക്കെതിരെ ഇബ്നു അബ്ബാസ് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ഫലമായി വളരെ ദാരുണമായ അന്ത്യമാണ് അവസാനം അയാൾക്ക് ഉണ്ടായത് എന്നൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇബ്നു അബീ സൈദ് ഇബ്നു അസ്റഖ് ഖവാരിജ് നേതാവാണ് ഇബ്നു അസ്റഖ്. ആ ഇബ്നു അസ്റഖാണ് ഇബ്നു അബ്ബാസിനെതിരെ ഏറ്റവും ശക്തമായി അന്ന് ശല്യപ്പെടുത്താനായി കൂടുകയും ഇബ്നു അബ്ബാസിനെ പിന്നാലെ നടന്ന് ഇബ്നു അബ്ബാസിനെ ചീത്ത പറയുകയും ചെയ്ത ആളായിരുന്നു ഇബ്നു അസ്റഖ്. നാലാമത് അവരെ മുറുകെ പിടിക്കുന്ന മറ്റൊരു ന്യായവാദമാണ് ഷഫാഅത്ത് എന്ന ന്യായം. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ശുപാർശ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. ഔലിയാക്കന്മാർ ഞങ്ങളുടെ ആവശ്യം നിർവഹിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഔലിയാക്കന്മാർ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നോ രോഗം മാറ്റുമെന്നോ ഞങ്ങളെ മുറാദ് ഹാസിലാക്കുമെന്ന് ഞങ്ങൾ പറയുന്ന ആ ഉദ്ദേശം ഞങ്ങൾക്കില്ല. അവർ പടച്ച റബ്ബിനടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നേ ഉള്ളൂ. അതിപ്പോൾ പറയില്ല, അപ്പം അതിനപ്പുറത്തേക്ക് പോയി. ഇപ്പം ഇവിടെ അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നതാണ്. ഒരു നേരെ അവർ തന്നെ എല്ലാം ചെയ്യും. CM ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ മറ്റൊന്നുമില്ല, ഒക്കെ നേരിട്ട് എല്ലാം ചെയ്യുന്നിടത്തൊക്കെയാണ് ഇപ്പം ഉള്ളത്. അതെ, അവർക്ക് അള്ളാഹിനടുക്ക് വലിയ സ്ഥാനമുള്ളവരാണ്, അവർ സ്വാലിഹീങ്ങളാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ജാഹാണ്, അവരുടെ ഷഫാഅത്താണ്, അല്ലാതെ അവർ സഹായിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നില്ല എന്നിവർ പറയുന്നു. വൽജവാബു അന്ന ഹാദാ ഹുവ ഐനു മാ ഖാലഹുൽ മുശ്രികൂന മിൻ ഖബൽ. മുമ്പ് മുശ്രിക്കീങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാകുന്നു. ഫി തസ്വീഖി മാ ഹും അലൈഹി, അവർ ചെയ്യുന്ന കാര്യം ന്യായീകരിക്കാൻ വേണ്ടി മുശ്രിക്കീങ്ങൾ പണ്ടു പറഞ്ഞത് ഇതേ ന്യായം തന്നെയാണ്. വകഫറഹുമുല്ലാഹ്. ഇങ്ങനെ തബ്രീർ തബ്രീറാണ് തബ്രീർ, അത് അതെ ശരിയാക്കാൻ എന്നാണ്. തബ്രീർ എന്നത് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ, രണ്ടൊരർത്ഥമാണ് ഏകദേശം. വഖദ് കഫറഹുമുല്ലാഹു വസമ്മാഹും മുശ്രിക്കീൻ. അല്ലാഹു തആല അവരെ കുഫ്ർ വിളിച്ചു, മുശ്രിക്കാണെന്ന് പറഞ്ഞു. ഈ ന്യായം പറഞ്ഞിട്ടും കമാ ഫീ ഖൗലിഹി തആല വയഅബ്ദുന മിൻ ദുനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം. അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു, മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ ആരാധിക്കുന്നു. എന്നിട്ട് വയഖൂൽ അവർ പറയുന്നു ഹാഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ റബ്ബിൻ്റെ പക്കൽ നമ്മുടെ ശുപാർശക്കാരാണ് എന്നവർ പറയുകയും ചെയ്യുന്നു. ഇതിലില്ല 4 സൂറത്ത് സുമറിലെ വചനം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നവർ പറയുന്നു എന്ന ആയത്ത്. വശഫാഅത്തു ഹഖ്ഖുൻ, ഷഫാഅത്ത് സത്യമാണ്, ഷഫാഅത്ത് ഉണ്ട്. വലാകിന്നഹാ മുൽക്കുൻ ലില്ലാഹി വഹ്ദഹ, എന്നാൽ അത് പടച്ച റബ്ബിന് മാത്രം ഉടമയുള്ള കാര്യമാണ് ഷഫാഅത്ത്. കമാ ഖാല തആല ഖുൽ ലില്ലാഹി ഷഫാഅത്തു ജമീഅ.
അല്ലാഹു തആല പറയുക നബിയെ, ഷഫാഅത്ത് മുഴുവനായും അല്ലാഹുവിനാവും. ജമീ എന്നാൽ ആര് ചെയ്യണം, ആർക്ക് ചെയ്യണം, എന്തിനു ചെയ്യണം, എപ്പോൾ ചെയ്യണം, എല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അതാണ് ഷഫാഅത്ത് ജമീ ആണ്. ഷഫാഅത്ത് മുഴുവൻ റബ്ബിനാകുന്നു എന്ന് പറയുക. ഫഹിയ തുത്ലബു മിനല്ലാഹ്. അതുകൊണ്ട് ആ ഷഫാഅത്ത് തേടേണ്ടത് അല്ലാഹുവിനോടാണ്, ലാ മിനൽ അംവാത്ത്, മരിച്ചവരോടല്ല. എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് ഒരാളുടെ പണ്ട് കാണില്ല. പഠിച്ചോനെ ഞങ്ങൾക്ക് നബിയുടെ ശുപാർശ നൽകണേ എന്ന് പറയാം, അല്ലാതെ നബിയെ ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണേ എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. കാരണം ഷഫാഅത്തിന് അധികാരം അല്ലാഹുവിനാണ്. لأن الله لم يرخص في طلب الشفاعة من الملائكة ولا من الأنبياء ولا غيرهم. മലക്കളോടോ അമ്പിയാക്കളോടോ അല്ലാത്തവരോടോ ഷഫാഅത്ത് തേടാൻ അല്ലാഹു തആല യാതൊരു ഇളവും നൽകിയിട്ടില്ല. ലിഅന്നഹാ മുൽക്കുഹു സുബ്ഹാന. കാരണം ഷഫാഅത്ത് എന്നത് അല്ലാഹുവിൻ്റെ ഉടമവകാശമാണ്. വതുത്ലബു മിൻഹു, അവനോടാണ് തേടേണ്ടത്. ലിയഅ്ദന ലിശ്ശാഫിഇ അൻ യശ്ഫഅ. ശുപാർശ ചെയ്യുന്നവന് ശുപാർശ ചെയ്യണമെങ്കിൽ അല്ലാഹു തആല അനുവാദം കൊടുക്കണം. വലൈസൽ അംറു കമാ ഹുവ ഇൻദൽ മഖ്ലൂഖീന. സൃഷ്ടികളെ മുമ്പുള്ള ശുപാർശ പോലെയല്ല അള്ളാഹിന് മുമ്പുള്ള ശുപാർശ. ഇവിടെ ഒരു പക്ഷേ റെക്കമെൻഡ് ചെയ്യാൻ സമ്മതം വേണമെന്നുണ്ടാവില്ല. നേരെ കയറി ചെന്നിട്ട് പ്രതിരോധത്തിലാക്കിയിട്ട് വേണമെങ്കിൽ നേടിപ്പോരാം. മറ്റവരും കുട്ടിയുടെ ചെന്നു, ഇനിയിപ്പോൾ എന്താ അയാളും കുട്ടിയിലെ വന്നത്, ഇനിയിപ്പോൾ ഒന്ന് പറയാൻ വയ്യല്ലോ എന്ന് പറഞ്ഞൊരു പക്ഷേ പരിഗണിച്ചേക്കാം. അത് മഖ്ലൂഖിന്റെ ശഫാഅത്താണ്, അതല്ല റബ്ബിൻ്റെ പക്കൽ. മിൻ തഖദ്ദുമി ശുഫഅഇ ഇലൈഹിം ബിദൂനി ഇദ്നിഹിം. മഖ്ലൂഖീങ്ങളാകുമ്പോൾ സമ്മതം പോലുമില്ലാതെ ശുപാർശക്കാർ ഒരു പക്ഷേ കയറി ചെല്ലും. വയൽതറൂന ഇലാ ഖബൂലി ശഫാഅത്തി. ആ ശഫാഅത്ത് സ്വീകരിക്കാൻ അവർ നിർബന്ധരാവുകയും ചെയ്യും. ദുന്യാവിലാകുമ്പോൾ, ദുന്യാവിലെ സൃഷ്ടികളാകുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു മറ്റേ തട്ടാൻ പറ്റില്ല. അപ്പോൾ അയാൾ നിർബന്ധാവസ്ഥയിൽ ഒരു പക്ഷേ സ്വീകരിക്കേണ്ടി വരും. ലിഹാജത്തിഹിം ഇലൈഹിം. കാരണം എന്താ, ഇവർക്ക് അവരാവശ്യമുണ്ട്. ആരാണോ റെക്കമെൻഡ് ചെയ്യാൻ വന്നത്, ഈ വന്നാണ് മറ്റൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ കൂട്ടി വരുമ്പോൾ പിന്നെ നിർവാഹമില്ല. അങ്ങനെ പരിഗണിക്കുന്ന സാഹചര്യം മഖ്ലൂഖിലുണ്ടാവും. വഇല്ലം യർളൗ അൽ മശ്ഫൂഇ ഫീഹി. ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അയാളുടെ കാര്യത്തിൽ ഇയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും, അയാൾക്ക് താല്പര്യമില്ല, എന്നാലും അയാൾ കൂട്ടിക്കൊണ്ടെന്ന ശുപാർശകൻ ഇയാൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇപ്പോൾ മന്ത്രിനെ കാണാൻ പോകുമ്പോൾ അതിന് പറ്റിയ ആളും കൂട്ടിയേ പോകുള്ളൂ. അപ്പോൾ ഈ ചെല്ലുന്ന ആളെ ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടമുണ്ടാവുന്നില്ല. പക്ഷേ ഒപ്പം കൊണ്ടുവന്ന ഒരു MLA അല്ലെങ്കിൽ വലിയ അവിടുത്തെ പാർട്ടി നേതാവ് ഇയാൾ വന്നിട്ട് പറയാണ് അവിടെ ചെയ്തു കൊടുക്കണം, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് എന്ന് പറയുമ്പോൾ പിന്നെ ഇയാളെ പരിഗണിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുക്കും. പല രാഷ്ട്രീയക്കാരും എഴുത്ത് കൊടുക്കും, എന്നിട്ടാണ് പോയിട്ട് പിന്നെ വിളിച്ചാലും അവർ എഴുത്ത് കൊടുത്താൽ കിട്ടും, അത് പരിഗണിക്കൊന്നും വേണ്ട. അത് എത്രയോ സംഭവങ്ങൾ കാണാം. ഇവരെ മുമ്പെന്ന് പറഞ്ഞ് കൊടുത്തില്ല, അപ്പോൾ എഴുത്ത് കൊടുക്കും, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് എന്തായിരുന്നാലും ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് പല സീറ്റിന് വേണ്ടിയൊക്കെ പല ആളും കാണാം. നമുക്ക് പലതിനും പല അനുഭവമുണ്ട്. എഴുത്ത് കൊടുത്ത് വിടും. ഇവരാണ് പുറത്തിറങ്ങിയ ഉടനെ പിന്നെ വിളിക്കും, ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ടായി, പിന്നെ വന്നപ്പോൾ കൊടുത്താണ്, അത് കാര്യമൊക്കെ കണ്ട സീറ്റ് കൊടുത്തോളന്നില്ല. അപ്പോൾ അത് മഖ്ലൂഖിൻ്റെ അവസ്ഥയാണ്. മഖ്ലൂഖിന് അതേ പറ്റുള്ളൂ. ഇയാൾ വരുമ്പോൾ ഞാൻ എടുക്കൂല എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അവർ യൽതറൂന, അവർ നിർബന്ധിതരാകും ലിഖബൂലി ശഫാഅ. ഈ ശഫാഅത്ത് സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകും. ഇതുപോലെ അല്ല പടച്ച റബ്ബിനടുക്കൽ. ലിഅന്നഹും യഹ്താജൂന ഇലൽ അഅ്വാനി വൽ വുസറാഇ. കാരണം എന്താ, സൃഷ്ടികളാകുമ്പോൾ അവർക്ക് സഹായികളും അവർക്ക് മന്ത്രിമാരും എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ടാക്കാൻ പറ്റില്ല. അപ്പം അവരൊക്കെ പറഞ്ഞത് പരിഗണിക്കേണ്ടി വരും. അമ്മല്ലാഹു സുബ്ഹാന. എന്നാ പടച്ച റബ്ബോ ഫലാ യശ്ഫഉ അഹദുൻ ഇല്ലാ ബിഇദ്നിഹി. ഒരാളും ശുപാർശ ചെയ്യില്ല ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. വലില്ലാഹു അൽ മശ്ഫൂഇ ഫീഹി. ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ അവനും അല്ലാഹ്ക്ക് തൃപ്തിപ്പെട്ടവനായിരിക്കണം. അല്ല ഇയാൾക്ക് തൃപ്തിപ്പെട്ടവനായ മാത്രം പോരാ. കമാ ഖാല തആല വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ. സൂറത്തുൽ നജ്മിൽ അല്ലാഹു തആല പറഞ്ഞു വകം മിൻ മലകിൻ ഫിസ് സമാവാത്. ആകാശങ്ങളിൽ എത്രയെത്ര മലക്കുകളാണുള്ളത്. ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ. അവരുടെ ശുപാർശയൊന്നും ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അല്ലാഹു സമ്മതം നൽകിയ ശേഷമല്ലാതെ. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയർളാ, അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക്. അല്ലാതെ ഇഷ്ടമുള്ളവർക്ക് പോയി ശഫാഅത്ത് ചെയ്യാന്നുള്ളത് പരലോകത്തില്ല. അതാണ് ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ. ശഫാഅത്ത് മുഴുവനായും അല്ലാഹുവിനാകുന്നു എന്ന് പറഞ്ഞു. ഖാമിസൻ,
അഞ്ചാമതായി വമിൻ ശുബഹി ഹഉലാഇ, ഇവിടെ മറ്റൊരു ന്യായമാണ് അന്നഹും യഖൂലൂന, അവർ പറയും ഇന്നൽ ഔലിയാ വസ്സാലിഹീന ലഹും മക്കാനത്തുൻ ഇൻദല്ലാഹ്, സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അവർക്കെല്ലാം അല്ലാഹുവിന്റെ വലിയ സ്ഥാനമുണ്ട്. വലഹു നസ്അലുല്ലാഹ ബിജാഹിഹിം വമക്കാനത്തിഹിം, അവരുടെ ജാഹ് കൊണ്ട് ആ സ്ഥാനം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നവർ പറയുന്നു. ഇവരൊക്കെ വലിയ വലിയ മഹത്തുള്ള ആളുകൾ, റബ്ബിൻ്റെ പക്കൽ അടുപ്പമുള്ള ആൾ, സ്ഥാനമുള്ള ആളുകൾ. അപ്പം അവരോട് അള്ളാഹു ചോദിച്ചാൽ അതെന്തായിരുന്നാലും തട്ടപ്പെടുകയില്ല എന്ന് പറയുന്നു. വൽ ജവാബു അന്നൽ മുഅ്മിനീന കുല്ലുഹും ഔലിയാഉല്ലാഹ്, ഒന്നാമത്തെ മറുപടി എന്താണ്? എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ വലിയാണ്. കാരണം അള്ളാഹു പറഞ്ഞ ആമനു വക്കാനു യത്തഖൂന, ഈമാൻ തഖ്വയുമുള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ്. വലാകിൻ, പക്ഷേ അൽ ജസ്മ ലിശഖ്സിൻ മുഅയ്യനിൻ അന്നഹു വലിയ്യുൻ ലില്ലാഹ്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇയാൾ അള്ളാഹുവിന്റെ വലിയാകുന്നു എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ യഹ്താജു ഇലാ ദലീലിൻ മിൻ കിതാബി വസുന്ന, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ദലീൽ ആവശ്യമുണ്ട്. അല്ലാതെ ഒരു വ്യക്തിയെ പറ്റി അയാൾ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആളെ പറയാൻ പറ്റില്ല. മുഅ്മിനീങ്ങൾ അള്ളാഹുവിന്റെ വലിയ എന്ന് പറയാം, ഇയാൾ വലിയാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മളെങ്ങനെ പറയും? ഒന്ന് പ്രത്യക്ഷം കൊണ്ട് മാത്രം വിധി പറയാൻ പറ്റൂല. അത്ഭുതങ്ങൾ കാണിച്ചു അതുകൊണ്ട് മാത്രം വലിയാകണമെന്നില്ല. ഇനി വലിയായ ഒരാൾ മരിക്കുന്നവരെ വലിയായി തുടരണമെന്നില്ല. ഒരു കാലത്ത് വലിയായിരുന്നു, പിന്നീട് ഈമാൻ തെറ്റി കാഫിറായി വരെ പോയേക്കാം. ഖുർആൻ എടുത്തു പറഞ്ഞ ആളാണ് ബൽആം. വലിയ സ്വാലിഹായ മനുഷ്യനായിരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് കാഫിറായി പഴിച്ചു പോയി. സൂത്താൻ ആമിൻ അല്ലാഹു തആല പരിചയപ്പെട്ട ഇസ്രായേലിലുള്ള ഒരു പണ്ഡിതനെ പറ്റി പറഞ്ഞപ്പോൾ അവന് അല്ലാഹു തആല എല്ലാം നൽകി. പിന്നെ സുമ്മൻസലഖ മിൻഹാദ, പിന്നെ അതിൽ നിന്നെല്ലാം ഊരിച്ചാടിപ്പോയി എന്നാണ് അള്ളാഹ് പ്രതീക്ഷ പ്രയോഗം തന്നെ. അതുണ്ടാവാം. അതുകൊണ്ടാണ് ഇമാം റാസിയൊക്കെ തഫ്സീർ എഴുതി കാണാൻ പറ്റും, മുൻഗാമികളായ ആളുകൾ കാനു യഖാഫൂന മിനൽ കറാമത്തി കമാ യഖാഫൂന മിൻ അൻവാഇൽ ബലാഇ എന്നാണ്. വ്യത്യസ്തമായ ബലാഅുകളെ, പരീക്ഷണങ്ങളെ പേടിക്കുന്നത് പോലെ അവർ കറാമത്തിനെ പേടിക്കുമായിരുന്നു. ഒരു ബലാഅ് വരുന്ന പേടിയാണല്ലോ എന്ന പോലെ ഭയമായിരുന്നു കറാമത്ത് ഉണ്ടാകുമെന്ന്. കറാമത്ത് ഉണ്ടായാൽ തെറ്റാൻ സാധ്യത കൂടുന്നതാണ്. അതുകൊണ്ട് റാസിയൊക്കെ പറഞ്ഞു കറാമത്തുള്ളവനേക്കാൾ അഫ്ളല് കറാമത്തില്ലാത്തവനാകുന്നു. കറാമത്ത് ഉണ്ടായാൽ ഒരു കിബർ വരാൻ സാധ്യത കൂടും. ശൈത്താൻ അങ്ങനെ തോന്നിപ്പിക്കുക, കണ്ടോ ഇതൊക്കെ എൻ്റെ വലിയ മഹത്വമാണ്. അപ്പോൾ അത് നാലാളോട് പറഞ്ഞ്, അത് വാപ്പുറത്ത് പോയി പറഞ്ഞ്, അതങ്ങനെ പ്രചരിപ്പിച്ച് ഞാൻ തിരക്കിടില്ല എന്ന് തോന്നലുകൊണ്ട് ഉള്ളിക്കുന്നാൽ അതോടെ കഴിഞ്ഞു. അപ്പം കറാമത്ത് കൊടുത്ത് ഉണ്ടായാൽ അത് ഉപയോഗിച്ച് ശൈത്താൻ അവനെ മറികടക്കും. ആയിരിക്കാം, അള്ളാഹു ആയിരം. മാത്രമല്ല കറാമത്തിന് പല കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഈമാൻ ഉറപ്പിക്കാൻ സ്വഹാബത്തിന്റെ കാര്യത്തിൻ്റെ ആവശ്യമില്ല. അതേപോലെ ദീനെ സഹായിക്കാൻ പല ആവശ്യങ്ങൾക്കും ഉണ്ടാവും. പിന്നെ പക്ഷേ ചിലത് പലതും അവർ മറച്ചു വെച്ചതായിരിക്കാം. ഉണ്ടായാലും പുറത്തറിയണമെന്നില്ല. എങ്ങനെ പുറത്തറിയുക? ഒരാൾ പറഞ്ഞെങ്കിലേ, ഒരാൾക്ക് അത്ഭുതം ഉണ്ടായതാ പുറത്തറിയണമെങ്കിൽ അയാൾ പറയണ്ടേ? അയാൾ പറയുമ്പോഴേ അറിയുള്ളൂ, അല്ലെങ്കിൽ കണ്ടോൻ വേണം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ അതൊന്നും അങ്ങനെ പ്രചരിപ്പിക്കുക. ഇന്നിപ്പോൾ അതല്ല, അന്ന് അത്ഭുതം ഉണ്ടായാൽ അത് മതി, ബാക്കിയൊന്നും ആവശ്യമില്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരാൾ വായുവിൽ പറക്കുന്നത് കണ്ടാലും വെള്ളത്തിൽ നടക്കുന്നത് കണ്ടാലും ഫലാ തഗ്തറു ബിഹീന, നിങ്ങൾ ആ ചതിയിൽപ്പെട്ടു പോകണ്ടാന്ന്. ഇമാം ഷാഫിയുടെ പ്രയോഗം അതാണ്. നിങ്ങൾ ആ ചതിയിൽ പെട്ടു പോകേണ്ടതില്ല, ശരീഅത്തുമാവിൻ്റെ ബന്ധമെന്ത് എന്ന് നോക്കിയാൽ മതി എന്നാണ്. പറന്നാണ് പോകുന്നത് കണ്ടു. നമ്മുടെ മലപ്പുറം ടൗണിൻ്റെ മേലെ കൂടി ഒരാൾ പറന്നിങ്ങാണ്ട് പോവുകയാണ്, എല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ എന്താ സംശയിക്കാൻ, നമ്മളൊക്കെ കണ്ടില്ല, ആയിക്കോട്ടെ, എന്നാലും ആ ചതിങ്ങൾ പെട്ടു പോകണ്ടാന്ന്. നിങ്ങളത് പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതിയാണ്. അവൻ പറഞ്ഞതല്ല, ശൈത്താൻ ഓനെങ്ങാണ്ട് കൊണ്ടുപോയതാണ്. എന്തിനാ അപ്പം ശൈത്താൻ കൊണ്ടുപോണത്? ശൈത്താൻ എന്തിനാ കൊണ്ടുപോകണത്? പിന്നെ വണ്ടിക്ക് വേണ്ട പൈസ ലാഭിക്കച്ചോട്ട് ചില അല്ല. അനേകായിരം മനുഷ്യന്മാരെ വിശ്വാസം പേപ്പിക്കഴിഞ്ഞപ്പോൾ ഒരുത്തനെ അത് താങ്ങിയാൽ മതിയാവും. ഒരാളെ താങ്ങിക്കൊണ്ടായാൽ നൂറ്റാണ്ടുകളോളം ഇവിടെ ശിർക്കിലാക്കാൻ അത് മതിയാവും. അത് പിന്നെ കണ്ടോനൊന്നും ആവശ്യമില്ല. പിന്നെ കെട്ടിമ്മ കേട്ട് അങ്ങനെ പോയി തലമുറകൾ നീണ്ടു വെക്കും. പിന്നെ ആ കഥ ഒരുപാട് ആളുകൾ ഈമാൻ തെറ്റാൻ അത് മതിയാവും. അത് ഇമാം ഷാഫി പറ, അങ്ങനെ ഒരുത്ത പറക്കിന് കണ്ടാൽ നിങ്ങൾ പെട്ടുപോകണ്ട, ഫലത്തറൂബി, നിങ്ങൾ ആ ചതിപ്പെടേണ്ട, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇബ്ലീസോനെ താങ്ങിക്കൊണ്ടു പോയതാണ്. അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടു, എന്നാലും ശരി നിങ്ങൾ പെട്ടുപോകേണ്ടതില്ല. നിങ്ങൾ നോക്കേണ്ടത് ശരീഅത്തുമായുള്ള ബന്ധം എത്ര ഉണ്ട് അത് നോക്കുക. വെള്ളത്തിൻ്റെ മേലെ എടുത്ത് നടന്നാണ്ട് പോവുകയാണ്, തോണില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ പലതും പറയല്ലോ, ചെമ്മിനെ ഉള്ളിയാണ്ട് കടന്നു പോയി എന്നൊക്കെ പറഞ്ഞ ഔലിയാക്കന്മാരുണ്ട് ഇവിടെ.
അപ്പം അങ്ങനെ കണ്ടാലും നിങ്ങൾ പെടേണ്ടതാണത്. കാരണം അതൊക്കെ ഇങ്ങനെ പലതുമായിരിക്കാം. അപ്പോൾ ഒരാൾ വലിയാണ് എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ തെളിവ് വേണം. അതെങ്കിൽ അല്ല പറയണം, റസൂൽ പറയണം ഇയാൾ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരാകുന്നു, അല്ല ഇയാൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നബി പറഞ്ഞാൽ അതൊക്കെ. പല സ്വഹാബ നബി നേരത്തെ പറഞ്ഞു എന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതേപോലെ ഒരാളെ പറ്റി യുഹിബ്ബുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു എന്ന് പറഞ്ഞു. അയാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, റസൂൽ ഇഷ്ടപ്പെടുന്നു, അയാൾ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു, റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നങ്ങോട്ടും പറഞ്ഞു. അലി അബി താലിബിനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞത്. അപ്പം അങ്ങനെ നബി പറഞ്ഞാൽ നമുക്കത് പറയാം. മറ്റ് പൊതുവായി പറയാം, മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹിൻ്റെ വലിയാണ്, മുത്തഖീങ്ങളെല്ലാം അള്ളാഹിൻ്റെ വലിയാണ്. അപ്പോൾ എടുത്തു വന്നാൽ ഞാൻ മുഅ്മിനാണ്, അപ്പോൾ ഞാൻ വലിയാണോ? അള്ളാഹു വഴി. കാരണം ഓരോ ഈ മാത്രം ഉണ്ടെന്നത് ഓനും റബ്ബിനെ അറിയുള്ളൂ, നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് പൊതുവായി പറയാം മുഅ്മിനീങ്ങളെല്ലാം വലിയാണ്. അല്ലാതെ ഒരാളെപ്പറ്റി അയാൾ അള്ളാഹിൻ്റെ വലിയാകുന്നു എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ദലീൽ ആവശ്യമുണ്ട്. ഒരാൾ എത്ര വലിയ ഇബാദത്ത് കാണിച്ചാലും എത്ര വലിയ തഖ്വ പ്രകടിപ്പിച്ചാലും അയാളെക്കുറിച്ച് അയാൾ വലിയുള്ള എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു, അയാൾ പറഞ്ഞ പോലെയൊക്കെ നടന്നു, അയാൾ ദുആഇന് ഉത്തരം കിട്ടി, അതുകൊണ്ടൊന്നും അയാൾ വലിയ പറയാൻ പറ്റില്ല. കാരണം അയാൾ അന്ത്യം എങ്ങനെയാണ് നമുക്കറിയില്ല. ഇനി ഇതൊക്കെ എന്തായാലും രഹസ്യം എന്തായിരുന്നു നമുക്കറിയില്ല. ചിലപ്പോൾ അയാളെ പരീക്ഷിക്കാൻ കൊടുത്തിരിക്കാം. അത്ഭുതങ്ങളെല്ലാം കറാമത്താകണമെന്നില്ല. ചിലപ്പോൾ അയാളെ പരീക്ഷിക്കുന്ന ഭാഗം ഇപ്പോൾ ദജ്ജാല് എത്ര അത്ഭുതം കാണിക്കും. മഴ പെയ്യാൻ കൽപ്പിച്ചാൽ മഴയോട് പെയ്യുന്നതാണ്. ഭൂമിയിൽ നിന്ന് നദികളൊക്കെ പുറത്തുവിട്ടാലും ഒന്നാകെ നദികൾ ഓൻ്റെ പിന്നാലെ പിന്നാലെ പേര് തനിച്ചക്കൂട്ടം പൊതിയുന്ന പോലെ ഓൻ്റെ പിന്നാലെ വരും. സ്വർണ്ണം വെള്ളിക്കപ്പെട്ട ഭൂമിയുടെ അടിയിൽ നിന്നാണ്. അതുകൊണ്ടിപ്പോൾ എന്തെങ്കിലും അത് അത്ഭുതമാണ്. അത് നടപ്പാക്കിയവരുടെ കയ്യിലൂടെ എന്തിനായിരുന്നത്? ഒരു പരീക്ഷണമായിരുന്നു. അവനും പരീക്ഷണം, ബാക്കി മനുഷ്യന്മാർക്കും പരീക്ഷണമായിരുന്നു. റബ്ബിനെ സഹിച്ചൊരു പരീക്ഷണമാണ്. സെഹിർ ചിലപ്പോൾ അത്ഭുതങ്ങളായി വരുന്നവിടെ അത് അവർ ആദരിച്ചതല്ല. അല്ലാഹ് അവരെ പരീക്ഷിക്കുന്നതിൻ്റെ അവരെ കുഫറിലേക്ക് കൂടെ പോകാൻ വേണ്ടിയുള്ള പണിയായിരിക്കാം. ഇസ്തിദ്റാജ് ഒരാൾക്ക് അദാബ് കൊടുക്കുന്ന ഭാഗമായി അല്ലാഹ് അത്ഭുതങ്ങൾ നൽകുന്നതാണ്. ഒരാൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, ആ പിടിക്കുന്നതിന് മുന്നേ ഓനെ കുറച്ച് അല്ലാതെ അയച്ചു കൊടുക്കും. ചൂണ്ടിലിടുന്ന പോലെ ചൂണ്ടിലിട്ട് അങ്ങനെയാണല്ലോ, അങ്ങനെ അയച്ചു കൊടുക്കുക. കുത്തിയാലും അപ്പോൾ ഉടനെ വലിക്കൂല, ഒന്നുകൂടെ എങ്ങനെയാണ് ലൂസായി കൊടുത്തിട്ട് പിന്നീട് വലിക്കുള്ളൂ. ആ ഇസ്തിദ്റാജാണത്. ഘട്ടം ഘട്ടമായി പിടികൂടുക. അത്ഭുതങ്ങൾ ഇഹാനത്ത് നിന്ദിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കും. ഒരാൾ നിന്ദിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് അത്ഭുതം ഉണ്ടാക്കുക. അതുണ്ടായിട്ടുണ്ട്. പൊടിയാന്ന് പറഞ്ഞ് പിന്നെ അവകാശവാദം നബിയാന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച ആളൊക്കെ ഉണ്ട്. നബിയാണെന്ന് അവകാശവാദം ഉന്നയിച്ച് വന്നു. എന്നിട്ട് ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കണ്ടത് അത്ഭുതമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് നിന്നയായി മാറി. നബിയുടെ കാലത്ത് വന്ന മുസൈലിമ അത്ഭുതം കാണിച്ചിരുന്നു. മുസൈലിമയുടെ ബാധ ഞാൻ നബിയാണെന്നാണ്, ഞാനും മുഹമ്മദ് നബിയും നുബുവത്തിൽ ഷെയറാണെന്ന് പറഞ്ഞത്. മുഹമ്മദ് നബി നബി തന്നെയാണ്, പക്ഷേ ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ പാർട്ട്ണർഷിപ്പാണെന്നുണ്ട്. നബി ഒറ്റക്കല്ല, ഞങ്ങൾ രണ്ടാളും കൂടെ നബി പറഞ്ഞിട്ടാണ് മുസൈലിമ ഇറങ്ങിയത്. അന്ന് തന്നെയാണ് ഒരു പെണ്ണു ഇറങ്ങി ഞാൻ നബി പറഞ്ഞിട്ട്. ഇപ്പം മുസൈലിമ പോയിട്ട് ഓളെ കെട്ടി, നബി എളുപ്പമുണ്ടല്ലോ, മാപ്പിളും പെണ്ണുങ്ങൾ നബിയെ പിന്നെ ഇനി വാള നോക്കണ്ടല്ലോ. ഈ മുസൈലിമ അത്ഭുതം കാണിച്ചിരുന്നു. പക്ഷെ ആ അത്ഭുതം തനിക്ക് തിരിച്ചടിക്കുക ചെയ്ത്. കിണറ്റിൽ വെള്ളം കുറഞ്ഞപ്പോൾ മുസ്ലിം എടുത്തെന്ന് പറഞ്ഞു, മുഹമ്മദ് നബി ഇങ്ങനെ പിന്നെ കുറഞ്ഞ വെള്ളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങളൊന്ന് അവിടെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കിത് വലിയ അംഗീകാരമാകുന്ന മൂപ്പരെ സഹായിപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊടുന്ന് മന്ത്രിച്ച് ഊതിയിട്ട് ആ കിണറ്റെടുത്ത് പോയി ആ കിണറ്റ് കൊഴിച്ചു. ഉള്ള വെള്ളം പറ്റിപ്പോയി. അത്ഭുതമാണല്ലോ. ഇങ്ങനെ ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ മറ്റ് പറ്റിപ്പോവുക, അത് അത്ഭുതമല്ലേ? പക്ഷെ ആ അത്ഭുതം അയാൾ ശരിയാണ് എന്നല്ല സ്ഥാപിച്ചത്. അയാൾ കുറിച്ച കഴിച്ചാൽ കണക്കാക്കുള്ളൂ. ഇത് വല്ലാത്തൊരു കിടക്കാനായി അറിയാം, വീണ്ടും ചെയ്തെന്ന് അറിയുമല്ലോ. അപ്പോൾ അത്ഭുതമാണ്, പക്ഷേ ഇഹാനത്താണ്, നിന്ദിക്കലാണ്. പണ്ഡിതന്മാർ ഉദാഹരണം കാണാൻ പറ്റും. ചെറിയ കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞു, അപ്പോൾ കുട്ടി സംസാരിച്ചു, അന്തക്കദ്ദാബ് പറഞ്ഞു, നീ കള്ളനാണ് പറഞ്ഞു. അപ്പം അത്ഭുതമാണ്, അതൊരു അത്ഭുതമാണ്. പക്ഷെ പറഞ്ഞെന്താണ്? നീ കള്ളനാകുന്നു. അത് മുസ്ലിംക്കല്ല, അത് ഉദാഹരണമായി പറഞ്ഞാണ്. അപ്പോൾ അത് ഇഹാനത്ത് എന്നറിയാം. ഇഹാനത്ത് നിന്ദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു തആല അത്ഭുതം നടപ്പാക്കും. ചിലപ്പോൾ ഒരു നിന്ദിക്കാൻ വേണ്ടി, ഒരു വഷളാക്കാൻ വേണ്ടി അള്ളാഹു തആല ചിലപ്പോൾ അത്ഭുതം നടപ്പാക്കും. അതിനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്നും ഒരു അത്ഭുതം കാണിച്ചു എന്നുകൊണ്ട് മാത്രം ഒരാൾ വലിയാകണമെന്ന് ഇല്ല. അത് ഇർഹാസാത്ത്, ഇഹാനത്ത്, അതേപോലെ ഇസ്തിദ്റാജ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇനങ്ങളുണ്ട് ഈ അത്ഭുതങ്ങളുടെ ഗണത്തിൽ. അതിൽ ശരിയായതും അല്ലാത്തൊക്കെ ഉണ്ടാകും. ഇർഹാസാത്തുണ്ട്, നുബുവത്തിന് മുന്നോടിയായി വരുന്ന അത്ഭുതങ്ങൾ. നബിമാർ നബിയാകുന്നതിന് മുമ്പ് അത്ഭുതം കാണും, അതിന് മുഴുവത്ത് പറയില്ല.
നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിൽ ചില കല്ലുകൾ എനിക്കറിയാം, എന്നോട് പണ്ട് ചെറുപ്പത്തിൽ സലാം പറയുമായിരുന്നു. ചെറുപ്പത്തിൽ നബി നടന്നു പോകുമ്പോൾ ആ കല്ല് സലാം പറയും. അത് നബി അല്ലല്ലോ. അപ്പം മുഴുജത്ത് പറയും, മുഴുജത്ത് അമ്പിയാക്കൾക്ക് ഉണ്ടാവുള്ളൂ. ഇത് നബി ആയതിനു മുമ്പാണ്. നബി ആയ ശേഷം നബി പറയാണ്, മക്കയിൽ ചില കല്ലുകൾ എനിക്കറിയാം, ആ കല്ലുകൾ എന്നോട് സലാം പറയുമായിരുന്നു. അതാണ് പിന്നെ ഇതിനുള്ള ഒരു പ്രിപ്പറേഷൻ, തയ്യാറാക്കൽ. നുബുവത്തിന് വേണ്ടി അല്ലാഹ് അങ്ങനെ ഒരുക്കി തയ്യാറാക്കി കൊണ്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇർഹാസ്വാത്ത് എന്നതിന് പറയാം. ഓർക്കൊരു സപ്പോർട്ടീവായിക്കൊണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ചില പിന്നെ സംരക്ഷണങ്ങൾക്ക് അല്ലാഹു തആല നൽകും. മേഘം തണലിട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രായത്തിൽ. നബിയാണ് മുമ്പ് കച്ചവടത്തിന് പോയപ്പോൾ മേഘം തണലായി വന്നതൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് നബിയായിട്ടില്ല. ഖദീജ ബിയുടെ കച്ചവട സംഘവുമായി പോയ കാലത്ത് വെയിലത്ത് നബിക്ക് മാത്രം ഇങ്ങനെ ഒരു മേഘം തണലായി വരുന്നു. ഇത് ഒപ്പുള്ള ആൾ കണ്ടിട്ടാണ് അത്ഭുതം പോയി പറഞ്ഞതൊക്കെ. അങ്ങനെയാണ് പോണ വഴിക്ക് ജൂത പണ്ഡിതന്മാരെ കണ്ടതും ഓട് പറഞ്ഞതും നിങ്ങൾ വേഗം നാട്ടിൽ വിട്ടോടി കുട്ടിനെ കൊണ്ട് എന്ന് പറഞ്ഞ് ഒരു തിരിച്ചയച്ചതൊക്കെ കാണാൻ പറ്റും. അത് ചെറുപ്പത്തിൽ, അത് ഈ യാത്രയിലെ മുമ്പത്തെ യാത്രയിലാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇർഹാസ്വാത്ത് എന്ന് പറയും. മുഴുസത്തിൻ്റെ നുബുവത്തിൻ്റെ മുന്നോടിയായി ഉണ്ടാകുന്ന അത്ഭുത കൃത്യങ്ങൾ. ഏതായിരുന്നാലും ഒരു അത്ഭുതം കണ്ടു എന്നതൊരിക്കലും ശരിതെറ്റുകളുടെ മാനദണ്ഡമേ അല്ല. അത്ഭുതം ഉണ്ടായില്ല എന്നത് വലിയ അല്ല എന്ന് തെളിവുമല്ല. ഇത്ര വലിയ വൗലിയായിട്ടും ഒരു കറാമത്തും കാണിച്ചില്ല, അതൊരു മോശത്തരമൊന്നുമല്ല, അതൊരു മോശത്തരമല്ല. അതുകൊണ്ടത് പറഞ്ഞത് കറാമത്തുള്ളവനേക്കാൾ അഫ്ളല് കറാമത്തില്ലാത്തവനാണ്. കാരണം കറാമത്തുള്ളവൻ തെറ്റിപ്പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ജീവിത കാലത്ത് ഒരാൾ വളരെ ലാഹിറിൽ തഖിയായി മുഅ്മിനായി അയാൾ ജീവിച്ചാലും ഒരുപക്ഷെ അയാൾ മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്താ ഉറപ്പുള്ളത്? അവസാന കാലത്ത് പഴിച്ചു പോയോ ഇല്ലേ നമുക്കറിയില്ലല്ലോ. അയാളെ ഖാത്തിമത്ത് എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, നബി തങ്ങൾ പറഞ്ഞ അമലുകൾ ഖാത്തിമത്ത് പ്രകാരമാകുന്നു, പര്യവസാനം നോക്കിയിട്ടാകുന്നു. ദീർഘമായ ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞ ചില ആളുകളെ കാഴ്ചയിൽ സ്വർഗത്തിലേക്ക് അവകാശമാകാവുന്ന അമലുകൾ ധാരാളമായി ചെയ്യും. ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയിൽ അയാൾ സ്വർഗാവകാശിയാണ്, അതിന് പറ്റ അമല് ധാരാളമുണ്ട്. വഹുവ മിൻ അഹ്ലിന്നാർ, പക്ഷെ യഥാർത്ഥത്തിൽ അവൻ നരകാവകാശിയായിരിക്കും. തിരിച്ചും ചില ആളുകൾ ജനങ്ങളുടെ കാഴ്ചയിൽ അയാൾ നരകത്തിലേക്ക് പോകാൻ പറ്റിയ എല്ലാ അമലും ചെയ്തവനാണ്, അത്രയും എല്ലാ വേണ്ടത്തരുണ്ട്. പക്ഷെ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനാവട്ടെ സ്വർഗാവകാശിയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, അമലുകൾ പര്യവസാന പ്രകാരമാകുന്നു. 99 ആളെ കൊന്ന മനുഷ്യനെ പറ്റി നബി പറഞ്ഞില്ലേ? ആ നാട്ടിലെ കണക്ക് ഇപ്പം എന്തേക്കും? ആ നാട്ടിലെ കണക്കിന് 100 ആളെ കൊന്ന് അവസാനം നാടും വിട്ടു പോയ ഒരാൾ പോണ വഴിക്ക് മരിച്ചു. ഇപ്പോൾ അവരൊക്കെ നരകത്തില്ലെങ്കിൽ ആരപ്പം നരകത്തിലാകുക എന്നല്ലേ വിചാരിക്കാം. പക്ഷെ നബി നമുക്ക് വഹി പ്രകാരം പറഞ്ഞു, അള്ളാഹ് പുറത്തു കൊടുത്തു, സ്വർഗം നൽകി. അപ്പം ഖാത്തിമത്താണ് പരിഗണിക്കുക. ഒരാൾ പ്രത്യക്ഷത്തിൽ ഇനി വലിയാകാനുള്ള എല്ലാ യോഗ്യത ഉണ്ടായാലും അയാൾ എങ്ങനെയാണ് മരിച്ചു പോയതെന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ വലിയാകുന്നു, അയാൾ സ്വാലിഹാകുന്നു എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് പറയണമെങ്കിൽ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് വേണം. അതിഞ്ഞുണ്ടാവില്ല, അത് കഴിഞ്ഞല്ലോ. കിതാബും സുന്നത്തും വഹ്യും ഇറങ്ങുന്ന കാലത്തേ ഉള്ളൂ, ഇനി വഹി വരാനില്ല. അപ്പം ഇനി മുഅയ്യനായിക്കൊണ്ട് ഒരു വ്യക്തിയെപ്പറ്റി അയാൾ വലിയുള്ളയാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മളങ്ങനെ വിചാരിക്കുന്നു എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ നമ്മൾ അയാളെ പറ്റി അങ്ങനെ വിചാരിക്കുന്നു, അയാൾ ഒരു നല്ലവനാണ് നമ്മുടെ ധാരണ, ബാക്കിയല്ല അത് പറയാം. സാധാരണ അറബികളൊക്കെ എന്ത് പറഞ്ഞാൽ അപ്പം പറയും, വലാ ഉസക്കിയ അല്ലാഹി അഹദ, പടച്ച റബ്ബിനെ മറികടന്ന് ഒരാളെയും തസ്കിയത്ത് കൊടുക്കാൻ ഞാൻ ആളല്ല. ലാഹിർ പ്രത്യക്ഷപ്രകാരം അയാൾ നല്ലവനാണ്. ഹസിബുഹു കദാലിക്, ഇവരങ്ങനെ പറയുള്ളൂ. അപ്പം നമ്മളൊക്കെ പലരോടും ചിലപ്പോൾ നമുക്കൊരു ഒരു ലെറ്റർ വേണം, നമ്മൾ പരിചയപ്പെടുത്തി ലെറ്റർ വേണമെന്നാൽ ഇയാൾ അഖീദ ശരിയാണ്, ഇയാൾ നല്ലവനാണ്, ഇയാൾക്ക് ഒരുപാട് ഖിദ്മത്ത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ അവസാനം ഹസിബുഹു കദാലിക്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് വലാ ഉസക്കിയ അല്ലാഹി അഹദ, അതിൻ്റെ അപ്പുറത്ത് പറയാൻ ഞാൻ ആളല്ല. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇയാൾ നല്ലവനാണ് എന്നെങ്ങനെ പറയും? ഇയാൾ അഖീദ ശരി എങ്ങനെ പറയും? നമ്മളയാളെ അഖീദ ശരിയാണ് എങ്ങനെ മനസ്സിലാക്കുന്നത്? അയാളെ നാവിൽ നിന്നാണ്, അയാളെ പ്രവൃത്തിയിൽ നിന്നാണ്, അയാളുടെ ഉള്ളിൽ വാടുന്നുണ്ടോ? അള്ളാഹു വഴിതം. അപ്പം ഏതിലും അതാണ്, ഒരാളെ തഴയും ചെയ്തുകൊണ്ട് അയാൾ നല്ലവനാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റൂല, ഒരാൾ നരകത്തിലാണെന്ന് പറയാനും പറ്റൂല. എത്ര വലിയ തെമ്പാടി തോന്നിയ വസ്തുവാണെങ്കിലും അയാൾ നരകത്തിലാകുന്നു എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് റബ്ബിന് തീരുമാനമാണ്. ചിലപ്പോൾ അതിലേക്ക് പുറത്തു കൊടുത്തേക്കാം, നമുക്കറിയില്ലല്ലോ. അതെ,
അങ്ങനത്തെ പരിപാടി നമുക്കില്ല. നമുക്കൊരാളെ നരകത്തിൽ എന്നോ സ്വർഗത്തിൽ എന്നോ ഒരാളെയും കുറിച്ച് വ്യക്തിപരമായി പറയാൻ പറ്റൂല, അള്ളാഹു റസൂലോ പറഞ്ഞവരെ പറ്റിയല്ലാതെ. സ്വഹാബികളെ പൊതുവായി പറയാം, അതൊക്കെ പൊതുവായി പറയാം. പക്ഷേ ആ കുട്ടി സ്വർഗത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല, അത് അള്ളാഹു ആയാലും. ഷഹീദ് പറയാൻ പറ്റില്ല. ഷഹീദ് പറയാം ഇവിടെ യുദ്ധക്കളത്തിൽ, ഇസ്ലാമിക യുദ്ധക്കാലത്ത് കൊല്ലപ്പെട്ടാണെങ്കിൽ നമുക്ക് ലാഹിർ പ്രകാരം പറയാം, അല്ലാത്തൊന്നും നമുക്ക് ഷഹീദ് അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹു ആയാലും. ഏതായിരുന്നാലും അപ്പോൾ ഒരാൾ വലിയാണെന്ന് പറയുന്ന തെളിവ് വേണം. ഇനി ഒമൻ സബത വിലായത്തുഹു ബിൽ കിതാബി വസ്സുന്ന, ഒരാളുടെ വിലായത്ത് സ്ഥിരപ്പെട്ടു ബിൽ കിതാബി വസ്സുന്ന, കിതാബ് സുന്നത്ത് കൊണ്ട് സുദീഖ് വലിയാകുന്നു, തെളിവുള്ള കാര്യമാണ്. ഉമർ ഖത്താബ് വലിയ സ്വർഗത്തിലാണ്, തെളിവുള്ള കാര്യമാണ്. അഷറത്തുൽ മുബശ്ശിരീൻ തെളിവുള്ള കാര്യമാണ്. പല സ്വഹാബിമാരെ പറ്റി ഞങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി, ഫാത്തിമ ബീവി, അവരെ കുറിച്ച് നബി പറഞ്ഞു. ഇങ്ങനെ വിലായത്ത് സ്ഥിരപ്പെട്ട ഒരാൾ അങ്ങനെ സ്ഥിരപ്പെട്ടാലോ ലം യജുസ് ലനാ, എന്നാലും നമുക്ക് ജായിസ് അല്ല. അൽ ഉലുബു ഫീഹി, അവൻ്റെ കാര്യത്തിൽ അതിരുവിടൽ ജായിസ് അല്ല. വത്തബറുക്കു ബിഹി, അവനെ കൊണ്ട് ബർക്കത്തെടുക്കലും അനുവദനീയമല്ല. അല്ല, അത് സ്ഥിരപ്പെട്ടതല്ലേ, സ്ഥിരപ്പെട്ടാണ്. അവിടെ ഇൻഷാ അല്ലാഹ് അല്ലെങ്കിലും പറയേണ്ട ആവശ്യമല്ലോ. ഇൻഷാ അല്ലാഹ് പറയാം എപ്പോഴും നമ്മൾ തീരുമാനിക്കുമ്പോഴാണ്. തീരുമാനിച്ച കാര്യം അറിയിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണമെന്നില്ല. തീരുമാനിച്ച കാര്യം ഒരു അറിയിക്കുക, ഇഖ്ബാർ, അത് ഇൻഷാ അല്ലാഹ് പറയണമെന്നില്ല. ഞാൻ നാളെ വരാം, ആ പോകാൻ തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണം. അതിനൊരാൾ അറിയിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളന്നില്ല. തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാതെ അത് അറിയിക്കുമ്പോൾ വേണമെന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് കൂടുതൽ ചില സ്ഥലത്തേക്ക് ആവശ്യമില്ലാതെയും ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അതെ, അത് തീരുമാനിക്കുമ്പോൾ പറയാം. ഒരാൾ ചോദിച്ചു നിങ്ങൾ എപ്പോഴെത്താം, ഞാൻ നാളെ എത്തും, അവിടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളന്നില്ല. കാരണം തീരുമാനമെടുത്ത് കഴിഞ്ഞു. ആ തീരുമാനം വേണം അറിയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അറിയിക്കുന്നിടത്തല്ല ഇൻഷാ അല്ലാഹ് വേണ്ടത്, തീരുമാനിക്കുന്നിടത്താണ്. ഇന്നി ഫാഇലു, ഞാൻ നാളെ ചെയ്യും എന്ന് നീ പറയരുത്, ഇല്ല ഇൻഷാ അല്ലാഹ്. ആ തീരുമാനിച്ച് ഒരാളെ അറിയിക്കുന്നു, അവിടെ ഇൻഷാ അല്ലാഹ് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പം നാളെ നമുക്ക് കാര്യം ചെയ്യണം തീരുമാനം, അപ്പം ഇൻഷാ അല്ലാഹ് വേണം. നമ്മൾ തീരുമാനിച്ചോട് മാത്രം നടക്കണമെന്നില്ല. ആ തീരുമാനം മറ്റൊരാൾ നമ്മൾ അറിയിക്കുന്നു, അത് വേണ്ട. അല്ല, അത് അങ്ങനത്തെ ഉള്ളൂ. അത് തീരുമാനിച്ചു കഴിഞ്ഞു, അപ്പം പറഞ്ഞില്ലേ. ഇനി ഓരോരുത്തർ പറയുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് പറയണോ? അത് വേണ്ട. അത് തീരുമാനിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ അള്ളാഹിനെ മഷീയത്തിൻ്റെ നടപ്പാവുള്ളൂ. അല്ല, ഓരോന്നിലും ഇങ്ങനെ വെറുതെ ഇൻഷാ അല്ലാഹ് പറയേണ്ട കാര്യമില്ല. വേണ്ടെന്ന്. ഇൻഷാല്ലയും മാഷാല്ലയും കുറച്ച് അധികമാണ്. പിന്നെ അപ്പം ഏതായാലും ഇനി ഒരാൾ വലിയ ആൾ സ്ഥിരപ്പെട്ടാൽ പോലും അയാളുടെ കാര്യത്തിൽ ഉലുവ് ജായിസല്ല, അയാളെ കൊണ്ട് തബറുക്ക് ജായിസല്ല. കാരണം എന്താ? അത് ശിർക്കിലേക്കുള്ള വസീലയാകുന്നു. അത് ശിർക്കിലേക്കുള്ള വസീലയാകുന്നു. വല്ലാഹു അമറനാ ബിദുആഇഹി മുബാശിറതൻ, അല്ലാഹു നമ്മോട് കൽപ്പിച്ചെന്താണ്? അല്ലാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക എന്നാണ്. ബിദുആഇഹി, റബ്ബിനോട് ദുആ ചെയ്യുക, മുബാശിറതൻ നേർക്കുനേരെ. ദൂന ഇത്തിഖാദി വസായിത ബൈനനാ വബൈനഹു, നമുക്ക് റബ്ബിനുമിടയിൽ ഒരു മധ്യവർത്തിയെയും സ്വീകരിക്കാതെ നേർക്കുനേരെ ദുആ ചെയ്യാനാണ് അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. വലിഅന്ന ഹാദാ ഹുവ തഅരീദു അല്ലദീ അല്ലല ബിഹിൽ മുശ്രികൂന മിൻ ഖബൽ, ഇതേ ന്യായമാണ് മുമ്പ് മുസ്ലിങ്ങൾ പറഞ്ഞ ന്യായവും. അയാൾ സ്വാലിഹാണ്, ഇയാൾ മഹാനാണ്, ഇയാൾക്ക് ജാഹുണ്ട്, ഇയാൾക്ക് വർക്കത്തുണ്ട് എന്ന ന്യായം പറഞ്ഞിട്ടാണ് അവരും ചെയ്തത്. അപ്പം അതില്ല, നമുക്കങ്ങനെ ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. ഇനി ഒരാൾ സ്ഥിരപ്പെട്ടാൽ പോലും അയാളുടെ കാര്യത്തിൽ ഉരുവൊട്ട് പാടുമില്ല. അന്നഹും ഇത്തഖദു ഹഉലാഇ ശുഫഅഅ വവസ്ആഇത ബൈനഹും വബൈനല്ലാഹ്, അവർ ചെയ്തെന്താണ്? ഇക്കൂട്ടരൊക്കെ ശുപാർശക്കാരാക്കി മാറ്റി, വവസ്ആഇത മധ്യവർത്തികളാക്കി, ബൈനഹും വബൈനല്ലാഹ് അവർക്കും റബ്ബിനും ഇടയിൽ. യസ്അലുനല്ലാഹ ബിജാഹിഹിം വഖുർബിഹിം, അവരുടെ ജാഹ് വെച്ച് അവരുടെ സാമീപ്യം വെച്ച് അവർ റബ്ബിനോട് ചോദിച്ചു. ഫഅൻകറല്ലാഹു അലൈഹിം ദാലിക, അല്ലാഹു തആല അതിനെ നിഷേധിക്കുകയാണ് ചെയ്ത്, അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് പറ്റില്ല എന്നല്ല പറഞ്ഞത്. അല്ല, അവർക്ക് സ്ഥാനമുണ്ട്, ഓല മഹത്വമുണ്ട് എന്നുള്ള അംഗീകരിക്കല്ല ചെയ്തത്. ആ രീതി ശരിയല്ല എന്നാണ് അല്ലാഹു തആല അവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കൊരാൾ വലിയ എന്നും പറയാൻ പറ്റില്ല. ഇനി വിലായത്ത് സ്ഥിരപ്പെട്ടാൽ പോലും അയാളെ കാര്യത്തിൽ അതിരിവിടാനൊട്ട് പാടില്ല താനും. വല്ലാഹു അഅലം. അടന്നോട്ടെ. ഇതാണ് ശുബ്ഹാത്ത്. അപ്പം 5 ശുബ്ഹത്തുകൾ പറഞ്ഞു. ശിർക്ക് ചെയ്യുന്ന ആളുകൾ തങ്ങളെ ശിർക്ക് ന്യായമായി പറയുന്ന 5 ന്യായങ്ങൾ. 1, പൂർവികന്മാരുടെ വഴിയാണ് ഇത് എന്ന് പറഞ്ഞു. 2, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചാൽ പിന്നെ പേടിക്കാനില്ല. 3, ഉമ്മത്ത് മുഹമ്മദിൽ ശിർക്ക് വരിക ഇല്ല. 4, ശുപാർശയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ സ്വീകരിക്കുന്നത്. 5,
ഇവർ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമാണ്, അവർക്ക് സ്ഥാനമുണ്ട്. ആ ജാഹ് കൊണ്ടാണ് ഞങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നത്. ഈ 5 ന്യായവും ന്യായമല്ല എന്നാണ് ഷെയ്ഖ് ഹഫിദുല്ലാഹ് ഇവിടെ ബോധ്യപ്പെടുത്തിയത്. ഇനി ബയാനു അൻവാഇ മിന ശിർക്കിൽ അക്ബർ, ഷിർക്കുൽ അക്ബറിന്റെ വ്യത്യസ്ത ഇനങ്ങൾ. ഇപ്പൊ ഇതാണ് ആള്, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടല്ലോ, സൂഫികളെ കണ്ടുകൊണ്ട് എഴുതിയാണ്, തസവൂഫിനെ കണ്ടിട്ട് അദ്ദേഹം എഴുതിയ ഒരു ഇതാണ്. അദ്ദേഹം ജീവിച്ചപ്പോഴാണല്ലോ. ഓക്കെ, അൽഹംദുലില്ലാഹ് ഖൈർ. ഏതെന്നാലും വിശ്വാസരംഗത്ത് വളരെ സൂക്ഷ്മത നമുക്ക് എല്ലാവർക്കും അനിവാര്യമാണ്. തെറ്റിപ്പോകാൻ എളുപ്പമുണ്ട്. ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും പക്ഷേ ഈ അഖീദയെ തകർത്ത് കളയും. ആ രംഗത്ത് ശ്രദ്ധ ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മെമ്പർഷിപ്പ് സമയമാണ് എന്നുള്ളത്. ഓഗസ്റ്റ് 20 വരെ മെമ്പർഷിപ്പ് എടുക്കാൻ സമയമുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക, നല്ലതാണ്. ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കുക എന്ന് ഒരു നന്മയുടെ ഒരു ശരിയായ അഖീദ സ്വീകരിക്കുന്ന, മനഹിൽ സ്വീകരിക്കുന്ന അഹ്ലുസുന്നയുടെ കൂട്ടായ്മ നിലയ്ക്ക് അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അവസരമാണ്. ഇതിൽ മെമ്പർഷിപ്പ് എടുത്താൽ സ്വർഗ്ഗത്ത് പോകുന്നു ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഖീദ ശരിയായെങ്കിലേ സ്വർഗ്ഗത്ത് പോകുള്ളൂ. അത് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എങ്കിലും പോവുകയും ചെയ്യും. അതേസമയം ഒരു നന്മയ്ക്ക് വേണ്ടി, ശരിയായ അഖീദയ്ക്ക് വേണ്ടി, ശരിയായ മനഹജിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ കൂടെ നിൽക്കുക, സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. ആ നിലയ്ക്ക് നമ്മളത് സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ ഒരു ഭാഗമായി ചേരുമ്പോൾ ഒരുപാട് ഖൈറുകൾ നമുക്കൂടി കിട്ടും. ഇതിന് ഒരു ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോൾ നടക്കുന്ന ഒരുപാട് ഖൈറുണ്ടാവും. അതൊക്കെ നമ്മളുടെ കൂടെയായി മാറി. ഇപ്പോൾ ജാമ്യ അത് വിസ്ഡമിൻ്റെ കീഴിലാകുമ്പോൾ നമ്മൾ വിസ്ഡത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ നമ്മളെ ജാമ്യയായി, നമ്മളെ പീസ് റേഡിയോയായി, നമ്മളെ നേർപ്പതായി, നമ്മളെ പള്ളിയായി. അപ്പോൾ ഇതിനൊക്കെ ഒരു വിഹിതം നമുക്ക് കിട്ടുകയാണ്. അല്ലെങ്കിലോ അതുപോലെ ജാമ്യ, അതുപോലെ പീസ് റേഡിയോ എന്ന് പറയാം. അപ്പോൾ ഓൽതായി മാറി, നമുക്കിത് ബന്ധമൊന്നുമില്ല. നമ്മൾ വല്ലതും ചെയ്താൽ കിട്ടുന്നല്ലാതെ മറ്റതല്ല. മറ്റ് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് ഖൈറുകളിൽ നമ്മൾ അറിയാതെ നമുക്ക് കിട്ടും. ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടും. നമ്മൾ ഒരു അസുഖം വന്നു, മരണപ്പെട്ടു, നമ്മുടെ ശാഖയിൽ ഇന്ന മെമ്പർ, നമ്മുടെ ശാഖയിൽ ഇന്ന സഹഭാരവാഹി എന്ന് പറഞ്ഞ മെസ്സേജാണ് പോകുമ്പോൾ നമ്മളെ അറിയാൻ പോലും ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ടാവും. ഹസൻ ബസ്രി പറഞ്ഞപ്പോൾ ഇസ്തഗ്ഫിറൂ മിൻ അസ്തിഖാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ കൂട്ടുകാർ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞ. കാരണം വെച്ചാൽ മുഅ്മിനീങ്ങളുടെ ദുആ ഉണ്ട്, അതുപോലെ കിട്ടും. മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്തുണ്ട് പരലോകത്ത്. അതുപോലെ ആർക്ക് ശഫാഅത്ത് ചെയ്യാം? സ്വാഭാവികമായിട്ട് പോലെ ബന്ധമുള്ള സുഹൃത്തുക്കളായ മനുഷ്യന്മാർക്കല്ലേ. അമ്പിയാക്കളുടെ ശഫാഅത്ത് ചെയ്യും, മലക്കുകളുടെ ശഫാഅത്ത് ചെയ്യും, മുഅ്മിനീങ്ങളുടെ ശഫാഅത്ത് ചെയ്യും. അപ്പം മുഅ്മിനീങ്ങളുമായി ബന്ധം ഉണ്ടാകുമ്പോൾ ആ ശഫാഅത്തെങ്കിലും മോനെ അവിടെ പ്രതീക്ഷിക്കാമല്ലോ എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കാൻ പറ്റും. അപ്പോൾ ആ നിലയ്ക്ക് നല്ല കുറേ ബന്ധങ്ങൾ കിട്ടും. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് ദുആ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥന നമുക്ക് കൂടി കിട്ടും. ഈ കൂട്ടായ്മയുടെ നന്മക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു ഫലം നമുക്കൂടി ലഭിക്കണം. അപ്പോൾ ആ നിലയ്ക്ക് പരമാവധി മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ നമ്മൾ നോക്കുക. ഞാൻ മെമ്പർഷിപ്പ് എടുക്കണില്ല, അയാൾ എല്ലാ ഖൈറും ഭാഗമാക്കാം, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, അയാൾ ഇഷ്ടം. പക്ഷേ മെമ്പർഷിപ്പ് വരുമ്പോൾ കുറേ ഖൈർ അതുകൊണ്ടുണ്ട്. ഓഗസ്റ്റ് 20 വരെ മെമ്പർഷിപ്പ് എടുക്കാൻ സമയമുണ്ട്. ശാഖയിലെ ആളുകളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന് മെമ്പർഷിപ്പ് കിട്ടും. എല്ലാ നന്മയിലും ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം എന്നൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറ്റൊന്ന്, ഇവിടെ 24-ാം തീയതി ഞായറാഴ്ച നമ്മുടെ ഒരു ആദർശ മുഖാമുഖം ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. നബിദിനാഘോഷം എന്ന വിഷയത്തിൽ വഴിമാറുന്ന പ്രവാചക സ്നേഹം എന്ന ഹെഡിങ്ങിൽ ഒരു ആദർശ മുഖാമുഖം ഓഗസ്റ്റ് 24 ഞായറാഴ്ച 5 മണി മുതൽ ഇവിടെ മലപ്പുറം ടൗൺ ഹാളിലാണ് സംഘടിപ്പിക്കുന്നത്. അതിന് മുമ്പ് അടുത്ത വെള്ളിയാഴ്ച ചെറുവാടിയിലും മുഖാമുഖമുണ്ട്. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ചെറുവാടിയിൽ ഇതേ വിഷയത്തിൽ പ്രവാചക സ്നേഹം പ്രമാണങ്ങളിലോ എന്ന വിഷയത്തിൽ ഒരു മുഖാമുഖം സംഘടിപ്പിക്കുന്നുണ്ട്. പറ്റുന്ന ആളുകൾ അവിടെയും പങ്കെടുക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഒരു വലിയ ഖൈറിൻ്റെ ഒരു അവസരമാണ്. ഒരു ലൈവായി കേൾക്കാൻ പറ്റും, എന്നാലും അവിടെ പോയിരുന്ന് അവിടെ ഒരു ഫിസിക്കലി കൂടെ കൂടുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്, ഒരു വലിയ ഒരു അനുഭൂതി. അപ്പോൾ ആ നിൽക്കുന്നതിൽ കഴിയുന്ന ആളുകളൊക്കെ അവിടേക്ക് എത്തുക. ഇവിടെ ഏതായാലും നമ്മുടെ നാട്ടിലാണ്, ഇവിടെ നമ്മൾ നിർബന്ധമായും എല്ലായിടത്തിലും ഉണ്ടാവണം. പൈസ കൊടുക്കേണ്ടി വരും, അതേപോലെ അധ്വാനിക്കേണ്ടി വരും. എല്ലാ രംഗത്തും അതിൻ്റെ കൂടെ നമ്മളും ഭാഗവാക്കാവുക. ചെയ്യാൻ പറ്റിയ ഖൈറുകൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത് വെക്കുക. എപ്പോഴാണ് പോകുകയെന്ന് അറിയില്ല. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ വല്ലതൊക്കെ കൈവശം വേണം. അതിൽ അങ്ങനത്തെ ഖൈറുകളൊക്കെ ഭാഗവാക്കായി കഴിഞ്ഞാൽ അതൊക്കെ പ്രതീക്ഷയ്ക്ക് നമുക്ക് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.